ഒരു സ്നേഹത്തോടു കൂടി വിളിക്കും. അതെന്ന് വെച്ചാൽ മരം കയറിപ്പെടുന്നൊക്കെ നമ്മൾ ചിലർ വിളിക്കുമല്ലോ, ആ കാറ്റഗറി പെടുന്ന പെൺകുട്ടിയാണ്. അവള് മരത്തുമ്പോ വലിഞ്ഞു കയറും. വീട്ടുകാർ വരെ അവളെ വിളിക്കുന്നത് മങ്കീനൊക്കെയാണ്. ലേഡി ബഗ് എന്നാണ് അവളുടെ അമ്മ സ്നേഹത്തോടു കൂടി വിളിക്കുന്നത്. ഈ അച്ഛനും അമ്മയുടെയും മറ്റൊരു പ്രത്യേകത, അവർ ഡീപ്പിലി ദൈവത്തിൽ വിശ്വസിച്ച ആളുകളാണ്. എല്ലാ Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning. Good morning, ma'am. Good morning. നമുക്ക് 2 minutes വെയിറ്റ് ചെയ്താലോ? 2 minutes ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്തായിരിക്കും ഇന്നത്തെ ടോപ്പിക്ക്? ആ കോൺവെർസേഷൻ നിങ്ങൾ കണ്ടല്ലോ, ടൈറ്റിൽ കണ്ടല്ലോ. എന്തായിരുന്നു ടൈറ്റിൽ? 1 minute can save life. യെസ്. എന്തിനെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കാൻ പോവുക? എന്തിനെ കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോവുക? ലൈഫിലെ ചില എക്സ്ട്രീം സിറ്റുവേഷനിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ്. മെയിൻലി എനിക്ക് തോന്നുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പ് നമ്മുടെ റോയ്, അതെ, റോയ്സ് സിജയുടെ ഇതിൽ നിന്ന് മാം ഇൻസ്പയർ ആയി. എനിക്ക് അത് feel ചെയ്തു. ഇതിൽ നിന്ന് മാം വന്നതാന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആകൂല, അതിൽ നിന്നും ഹാർട്ട് ഫെൽറ്റ് ഇമോഷൻ ഉണ്ടാകും. ഞാൻ പറഞ്ഞത് ശരിയാണ്. നമുക്ക് അതിൽ നിന്നും അത് ചെയ്യണമെന്നുള്ളൊരു ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്നൊരു പ്രചോദനം വരിക. ആ സംഭവം രാഖി പറഞ്ഞു, ഡോക്ടർ രാഖി പറഞ്ഞു കറക്റ്റാണ്. അപ്പം നമ്മളെ കോച്ചുമാർ ഒരുപാട് പേരുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ. മാം നന്നായി, ബിക്കോസ് 2 days ആയിട്ട് ഇതന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ആളെ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇല്ല മാം സ്പിരിച്വാലിറ്റി പ്ലസ് മെറ്റീരിയലിസം പറഞ്ഞതിൽ എനിക്ക് ഫീൽ ചെയ്തൊരു മനുഷ്യനാണ്. ബട്ട് സ്റ്റിൽ വൈ ഹി ടുക്ക് ദിസ് ഡിസിഷൻ എന്നുള്ളതൊരു ഭയങ്കര ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇങ്ങനെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലി അറിയുന്നതാണ്. നമ്മൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ദുബായിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിൻ്റെ പിന്നെ ടൈറ്റിൽ സ്പോൺസർ ആകാൻ വേണ്ടിയിട്ട് സംസാരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. പിന്നെ അല്ലാതെയും 1-2 ഇവൻറ്റുകൾ. ഓക്കെ, നമുക്ക് 2 minutes കൂടെ വെയിറ്റ് ചെയ്യാം. ഈ ലൈഫിലെ ഏറ്റവും മനോഹരമായ കാര്യം എന്താണെന്നറിയാമോ? ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാര്യം ജീവിച്ചിരിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് മനോഹരമായ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നതാണ് ഏറ്റവും മനോഹരമായ ഒരു കാര്യം. ഈ ഒരൊറ്റ ക്യാപ്ഷൻ, ലൈഫിൽ ഏറ്റവും മനോഹരമായിരിക്കുന്നത് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നു. അത് വാല്യൂ ചെയ്യുക എന്നുള്ളതാണ്. അതിനെ അറിയുകയാണ്, അതിനെ മനസ്സിലാക്കലാണ്, അതിനെ വാല്യൂ ചെയ്യലാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യം. നമ്മൾ ജീവിച്ചിരിക്കുന്നു. താങ്ക് ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ്. മാം ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? എന്റെ ഹസ്ബൻഡ് ഇത് കണ്ടിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, നീ എന്ത് ചെയ്യും ഞാൻ ഇങ്ങനെ ചെയ്താലെന്ന്. എനിക്കത് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി. ഈ ആണുങ്ങള് മെൻ ലുക്ക് സ്ട്രോങ് ഔട്ട്സൈഡ് ആൻഡ് ദേ ആർ വെരി വീക്ക് ഇൻസൈഡ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. യെസ്, കാരണം ഇപ്പം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ
പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ജെൻഡർ ഇതിൽ നോക്കുമ്പോഴത്തേക്ക് പുരുഷന്മാരാണ് ആത്മഹത്യ. മോർ ദാൻ എനിക്ക് തോന്നുന്നു 78 or 72 എങ്ങാണ്ടാണ് അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ. അത്രയും കൂടുതലാണ് സ്ത്രീകൾ. പക്ഷെ അതിൻ്റെ പകുതിയേ ഉള്ളൂ. അതിന് റീസൺസ് ഉണ്ട്. റീസൺ ഞാൻ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു കോച്ച് അല്ലെങ്കിൽ കൂടിയും നമുക്ക് ചെയ്യാനുണ്ട്. ഒരു സാധാരണ വ്യക്തിക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു ഏരിയയിൽ. കേരളത്തിലും ഇന്ത്യയിലും വേൾഡ് വൈഡ് തന്നെ എടുത്തു നോക്കിയാൽ സൂയിസൈഡിൻ്റെ റേറ്റ്, സെൽഫ് കില്ലിംഗ് റേറ്റ് വളരെ കൂടുതലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പം അതിൻ്റെ റീസൺസ് ഓരോ രാജ്യത്തും അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ ഇടയിലും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഇന്നത്തെ കോൺവെർസേഷൻ ഒരു സൈക്കോളജിക്കൽ, ഇമോഷണൽ, റിലേഷൻഷിപ്പ് റിലേറ്റഡ്, ഫിനാൻഷ്യൽ ആൻഡ് സോഷ്യൽ ഏരിയയിൽ കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം കൊടുക്കാം, എങ്ങനെ ഈ ഒരു ട്രിഗറിങ് അല്ലെങ്കിൽ ഈ ഒരു സൂയിസൈഡ് ടെൻഡൻസി എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് സൂയിസൈഡ് ചെയ്യുന്ന ആളുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരിക്കണ്ട, പക്ഷെ ദാറ്റ് മീൻസ് അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു മൊമെന്റിൽ എടുക്കുന്ന ഒരു തീരുമാനമാണ്. ഒരു പെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ പ്രഷർ ആയിരിക്കും, അല്ലെങ്കിൽ ലോൺലിനെസ് ആയിരിക്കും. അത് ആക്ച്വലി ആ ഒരു മൊമെന്റിലെ കാര്യത്തിൽ അതിൽ നിന്നൊരു റിലീഫാണ് അവർ പലപ്പോഴും അതിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവർക്ക് മരണം എന്നുള്ളതല്ല, ആ മൊമെന്റിൽ കിട്ടുന്ന ഒരു പ്രഷർ എന്നൊരു റിലീസ്, ആ മൊമെന്റിലെ ആ ഹെവി പെയിനിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു വഴി, അല്ലെങ്കിൽ ഈ ഏകാന്തത, മരവിപ്പിക്കുന്ന ഏകാന്തതയിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു വഴി. മരണം എന്നുള്ളത് അവർക്ക് സെക്കൻഡറി ആണ്. അവർ ആ പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനാണ് പലരും ഈ സ്വയം അവസാനിപ്പിക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് സൈക്കോളജിക്കൽ നമ്മൾ ഡീപ്പർ ലെവലിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അവിടെയാണ് കോൺവെർസേഷൻ ഓപ്പൺ ഓപ്ഷൻസ്. നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ക്യാപ്ഷൻ പറയുന്നതാണ്, ഒരു കോൺവെർസേഷൻ ഓപ്ഷൻസിനെ ഓപ്പൺ ചെയ്യും ആൻഡ് സൈലൻസ് ക്ലോസ് ദം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് റൂമിനകത്തേക്ക് കയറി, ഇപ്പം നമ്മൾ പറഞ്ഞ CJROയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ കുറച്ച് നേരം റൂമിനകത്തേക്ക് കയറി, ആ സമയത്ത് ഒരു കോൺവെർസേഷൻ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് സംഭവിക്കില്ലായിരുന്നു. കോൺവെർസേഷൻ ഓപ്പൺ ഓപ്ഷൻസ്, ഒരുപാട് ഓപ്ഷൻസ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ടെക്നിക്കാലിറ്റീസ് ഉണ്ട്. അത് ED റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ഇതൊന്നും നമ്മളെ സംബന്ധിച്ചുള്ള ആ ഏരിയ ഒന്നും നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കോൺവെർസേഷൻ എങ്ങനെ ഓപ്ഷൻസ് പ്രൊവൈഡ്, ഒരു കോൺവെർസേഷനിലൂടെ, ഓപ്പൺ കോൺവെർസേഷനിലൂടെ ഓപ്ഷൻസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഒരൊറ്റ കാര്യം നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ ഒരേ ഒരു കാര്യമേ പറയുന്നുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഒരൊറ്റ മെസ്സേജാണ്, യു വിൽ നെവർ വാക്ക് എലോൺ. ആ ഒരു മെസ്സേജ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ, യു വിൽ നെവർ വാക്ക് എലോൺ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പിന്നിൽ ഒരു ബ്യൂട്ടിഫുൾ ഇൻസിഡൻ്റ് ഉണ്ട്. ആ ഇൻസിഡൻറ്റ് ഇതിൻ്റെ എൻഡിൽ ഞാൻ പറയുന്നുണ്ടാവും. യു വിൽ നെവർ വാക്ക് എലോൺ. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഈ ഒരൊറ്റ മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ, പിന്നെ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതൊരു ക്യാപ്ഷനായിട്ട് നമ്മുടെ ഇതിൽ എഴുതിയിടാം. നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ ബ്രാൻഡായിട്ട്, ഇപ്പോൾ സൂയിസൈഡ് പ്രിവെൻഷൻ അല്ലെങ്കിൽ ലൈഫിനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവം നമ്മൾ ചെയ്യുന്നവരാണെങ്കിൽ നമുക്കത് ഇടാം. ഇന്നത്തെ സുഹ്റാബി ഉണ്ട്. സുഹ്റാബിയുടെ വാട്സാപ്പിൽ സുഹ്റാബി ഇട്ടേക്കുന്ന ഒരു സാധനമുണ്ട്, ഐ ആം റെഡി ടു ലിസൺ. അതെ, അങ്ങനെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതേപോലെ അപ്പോൾ നമുക്ക് യു വിൽ നെവർ വാക്ക് എലോൺ. നിങ്ങൾ ഒരിക്കലും തനിച്ച് നടക്കുന്ന ആളല്ല. തനിച്ച് നടക്കാൻ ഞാൻ അനുവദിക്കത്തില്ല, ഞാനുണ്ട് എന്നുള്ളൊരു മെസ്സേജ്. അതാണ് ഇന്ന് ഞാൻ ഇതിലൂടെ തരാൻ ഉദ്ദേശിക്കുന്നത്. ഇനി വരുന്നവരെ ഇവിടെ കൃഷ്ണപ്രസാദ്, ഇനി വരുന്നവരെ ഇന്നാക്കണേ. കൃഷ്ണപ്രസാദ് ഇവിടെ ഉണ്ടോ? ഹലോ കൃഷ്ണപ്രസാദ്, അല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും ഒരാളെ. അപ്പൊ ഇനി വരുന്നവരെ പിന്നെ ഇന്നാക്കിയേക്കാമോ? ഓക്കെ മാം, ചെയ്യാം. അത് ഇനി കോ ഹോസ്റ്റ് ആക്കേണ്ടതുണ്ടോ? ഇല്ലല്ലോ.
ഇല്ല, കോ ഹോസ്റ്റ് ആക്കണം മാം. ഓക്കെ ഓക്കെ, 1 സെക്കൻഡ്. കൃഷ്ണപ്രസാദ്. ഓക്കെ, യെസ്, താങ്ക് യു. സോ നമ്മൾ ഇന്ന് പറയുന്ന ഈ കോൺവെർസേഷൻ ഒരു ചെറിയൊരു സ്റ്റാറ്റിസ്റ്റിക്സ് കൂടെ അറിയുന്നത് നല്ലതാണ്. കാരണം ഇന്ത്യയിൽ 2023 മാത്രം വന്ന സൂയിസൈഡ് ഡെത്ത് എന്ന് പറയുന്നത് 1,71,418 എന്നാണ് പറയുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പറയുന്ന ഒരു കണക്കാണ്, NCRB. ഇതിനേക്കാൾ എത്രയോ വലുതാണ് റിയൽ നമ്പർ എന്ന് പറയുന്നത്. കാരണം ഈ ഗ്രാമങ്ങളിൽ, അതായത് നോർത്തിലുള്ള ഗ്രാമങ്ങളിലൊക്കെ നടക്കുന്നതൊന്നും കൗണ്ട് ചെയ്യപ്പെടാത്ത മരണങ്ങളുണ്ട്. ധാരാളം സൂയിസൈഡുകളും ക്രൈമുകളും കൊലപാതകങ്ങളും കൗണ്ട് ചെയ്യപ്പെടാത്തതുണ്ട്. അപ്പോൾ ഈ സൂയിസൈഡ് എന്ന് പറയുന്നത് ഒരു വലിയ പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ, ഇന്ത്യയിലെ തന്നെ ഒരു വലിയ പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആയിട്ടാണ് ഇപ്പം പഠനങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ അതിന് ഒരു കൺസേൺ സർക്കാരിനുണ്ട്, ഇന്ത്യൻ സർക്കാരിനും ഉണ്ട്. ഇപ്പോൾ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 16.5% ഇൻ 1 lakh പോപ്പുലേഷൻ. അതൊരു ഗ്ലോബലി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഗ്ലോബൽ റേറ്റിനേക്കാളും കൂടുതലാണ്. ഗ്ലോബലി 10.5% മാത്രമേ ഉള്ളൂ. അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ 2018 കണക്കാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യ, എസ്പെഷ്യലി കേരളത്തിലൊരു പ്രശ്നം എന്ന് പറയുന്നത് യങ് പീപ്പിൾ, 15-നും 29-നും അവരുടെ വൾണറബിലിറ്റി, അവരുടെ സൂയിസൈഡൽ ടെൻഡൻസി റേറ്റ് വളരെ കൂടുതലാണ്. ഇനി വെൻ ഇറ്റ് കംസ് ടു കേരള, അത് ഭയങ്കര കഷ്ടമായിട്ട് നമുക്ക് തോന്നും. 30.6% ആണ്. 1,00,000 ആളുകളിൽ 30.6% ആളുകൾ മരിക്കുന്നു എന്ന് പറയുന്നത്. എമംഗ് അതർ സ്റ്റേറ്റ് കേരളയാണ് നമ്പർ 1. നമുക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യം, ലിറ്ററസിയിലും നമ്പർ 1 കേരളയാണ്. സൂയിസൈഡൽ ഇത്രയും, അതായത് ഓരോ വർഷം ഈ 2022 കൂടുതലാണ് 2023. 2022 23 എത്തിയപ്പോൾ 8% ഇൻക്രീസ് ഉണ്ടായി. 8% വളരെ കൂടുതൽ ആയി എന്നാണ് പറയുന്നത്. ഇപ്പം ജെൻഡർ പാറ്റേൺ നോക്കുമ്പോൾ 79 ആണ് ആണുങ്ങളുടെ ഇടയിൽ സൂയിസൈഡും, 21 ആണ് സ്ത്രീകളുടെ ഇടയിൽ സൂയിസൈഡ്. അതിന് റീസൺസ് ഉണ്ട്. ആ റീസൺസ് നമ്മൾ കാണുന്നുണ്ട്. കുട്ടികളും സ്റ്റുഡൻസും അതും റേറ്റ് വളരെ കൂടുതലാണ്. അപ്പം പല ഫാക്ടേഴ്സ് ഉണ്ട്, പല കാരണങ്ങളുണ്ട്. ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാകാം, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം, ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് ഇഷ്യൂ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ നമ്മൾ മറ്റ് സ്റ്റേറ്റ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്ന കോമൺ ഫാക്ടർ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഇന്നത്തേൽ നമ്മൾ പറയുന്ന ഈ വെബിനാറിൽ നമ്മൾ സംസാരിക്കുന്നത് ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് മരണത്തെക്കാൾ കൂടുതലാണ്. എത്രയോ കൂടുതൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ട്. ആ അറ്റംപ്റ്റൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ, ആ അറ്റംപ്റ്റിനെയോ ഇനിയൊരു അറ്റംപ്റ്റ് വരാതിരിക്കാനോ, അല്ലെങ്കിൽ അറ്റംപ്റ്റിലേക്ക് ആളുകളെ നീക്കിക്കൊണ്ട് പോകാനോ തടയാൻ നമ്മൾക്ക് പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു കോൺവെർസേഷൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ പല റീസൺസ് ഉണ്ട്. ഞാൻ സൈക്കോളജിക്കൽ ഫാക്ടറിൽ, ഞാൻ സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ സൈക്കോളജിക്കൽ ഫാക്ടറാണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് നമുക്കറിയാം, ആളുകളുടെ ഇടയിൽ വരുന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് ഉണ്ട്. ദർ ഈസ് നോ വേ ഔട്ട്. ഇനി അങ്ങോട്ടില്ല. നമ്മൾ നേരത്തെ പരാമർശിച്ച ആ വലിയ വ്യക്തിയെക്കുറിച്ചും ഈ ഒരു മൊമെന്റിൽ എത്തിയിട്ടുണ്ടാകും. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്, ദർ ഈസ് നോ വേ ഔട്ട്. ഇനി ഒരു രക്ഷയില്ല, മുന്നോട്ട് ഇനി പോകാൻ പറ്റത്തില്ല, ബ്ലോക്കാണ്, കംപ്ലീറ്റ് ബ്ലോക്ക്, നോ ഹോപ്പ്. ആ ഒരു മൊമെന്റ് അതാണ് ഏറ്റവും പ്രധാന. CCDയിലെ സിദ്ധാർത്ഥിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. കഫേ കോഫി ഡേ അത് തന്നെയാണ് സംഭവിച്ചത്. ദർ ഈസ് നോ വേ. അവിടേക്ക് നമ്മൾ ചെന്ന് ഇടിച്ച് നിൽക്കുകയാണ്. പിന്നെ അങ്ങോട്ടൊരു ഓപ്ഷൻസ് ഇല്ല. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്ങിലേക്ക് അവർ ഫോഴ്സ്ഫുള്ളി ചെന്ന് പെട്ടുപോവാണ്. പിന്നെ അടുത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് കറ്റാസ്ട്രോഫിക് തോട്ട്സ്, അതായത് ദുരന്തം, മീഡിയോക്കർ, പോയി ഏറ്റവും അങ്ങേറ്റത്ത് എവറിത്തിങ് ഈസ് റൂയിൻഡ്, എല്ലാം നശിച്ചു പോകുന്നു. ഇനി എനിക്കൊന്നും കെട്ടിപ്പടുക്കാൻ പറ്റുന്നില്ല, ഇതോടുകൂടി എല്ലാം തീർന്നു,
ലാസ്റ്റ് എന്ന് വെച്ചാൽ ഇനി എനിക്ക് തിരിച്ചു വരാൻ പറ്റാത്തവണ്ണം ഞാൻ നശിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു തോട്ടിലേക്ക് എത്തിയേക്കാം. അടുത്തത്, ഇന്നർ ക്രിട്ടിക് ബിക്കം ഹാർഷ് ആൻഡ് അബ്സല്യൂട്ട്. ഇന്നർ ക്രിട്ടിക് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് പറയാണ്, തീർന്നു, ഇനി ഒരു വോയിസ് ഇല്ല, ഒരു ചോയ്സ് ഇല്ല, ഒരു ഓപ്ഷൻ ഇല്ല, ഒരു പോസിബിലിറ്റി ഇല്ല, ഒരു വിൻഡോ ഇനി എൻ്റെ മുന്നിൽ തുറക്കാനില്ല, ഡോറില്ല, ഓൾറെഡി ഒരു വിൻഡോ പോലും ഇല്ല. അങ്ങനെ ഒരു ഇന്നർ ക്രിട്ടിക് നമ്മുടെ ഉള്ളിൽ, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ചിന്ത വരുമ്പോൾ സംഭവിക്കുന്ന മൈൻഡ് നാരോ ചെയ്യും. നാരോ അണ്ടർ സ്ട്രെസ് കൂടുമ്പോൾ മൈൻഡ് ചെറുതായി, ഇപ്പൊ ഓപ്ഷൻസ് ഒന്നും കാണാൻ പറ്റാത്ത വണ്ണം മൈൻഡ് വളരെ ചെറുതാവും. അവിടെ ഒരു കൊഗ്നിറ്റീവ് ടണൽ വിഷൻ എന്ന് പറയുന്നത്, ഒരു ചെറിയൊരു പൈപ്പിലൂടെ നമ്മൾ നോക്കിയാൽ കാണുന്ന അത്ര മാത്രമേ പിന്നെ കാണാൻ പറ്റൂ. മൈൻഡ് വേറെ ഓപ്ഷൻസിലേക്ക് പോവുകയില്ല, വേറൊന്നും മനസ്സിലാ സമയത്ത് വരില്ല. ഇതാണ് ഒരു പ്രധാനപ്പെട്ട സൈക്കോളജിക്കലി നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ. ഇതാണ് സൈക്കോളജിക്കലി ആളിനെ മരണത്തിലേക്ക്. കാരണം വേറെ ഒരുപാട് നമ്മൾ പുറത്ത് നിൽക്കുന്നവർക്ക് നമുക്കറിയാം, നമ്മൾ പറയില്ലേ, ഒരു ആത്മഹത്യ കേട്ടാൽ നമ്മൾ പറയും എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അത് ചെയ്തുകൂടായിരുന്നു, ഇത് ചെയ്തുകൂടായിരുന്നു, വിളിച്ചിട്ട് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞുകൂടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഒരാളടുത്ത് അർജന്റായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞുകൂടായിരുന്നു, അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ട് ഹോസ്പിറ്റലിൽ. ഈ തോട്ട്സ് അവിടെ വരില്ല, ആ വ്യക്തികളിലേക്ക് വരില്ല. ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുടെ ഈ ഒരു ചെറിയൊരു ലൂപ്പിൽ, ഒരു ചെറിയ പൈപ്പ് ഉണ്ടല്ലോ, സ്ട്രോയുടെ അകത്തൂടെ നമ്മൾ നോക്കിയാൽ എത്ര കിട്ടും, അത്ര തോട്ട് പ്രോസസ്സേ, അത്ര ആ ഒരു ലൂപ്പിലേക്ക് മൈൻഡ് ചുരുങ്ങും. സ്ട്രെസ് കയറുമ്പോൾ ഇമ്മൻസ് സ്ട്രെസ്സാണ് അതിനകത്ത്. ചുരുങ്ങി ഇത്രയും വേറെ സാധ്യതകളൊന്നുമില്ല, ഇടിച്ചവിടെ നിൽക്കുകയാണ് ആ തോട്ട്, അവിടെ പോയി, വേറെ ഓപ്ഷൻ ഇല്ല. ഇതാണ് സംഭവിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു പെൺകുട്ടി, 18 വയസ്സോ 19 വയസ്സോ പയ്യന്, 18 വയസ്സുള്ള പെൺകുട്ടി, അവർ രണ്ടുപേരും ആദ്യം ഒരു പ്രാവശ്യം അവർ ഒളിച്ചോടി, വീട്ടുകാർ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നു. ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യം കോട്ടയത്ത് ഏതൊരു ഹോട്ടൽ മുറിയിൽ വെള്ളിയാഴ്ച പോയി റൂം എടുക്കുന്നു. എന്നിട്ട് അവർ 2 ദിവസം താമസിക്കുന്നു. ഇന്നലെ നോക്കുമ്പോൾ ഫാനിൽ രണ്ടുപേരും കൂടി ഹാങ് ചെയ്തിരിക്കുന്നു. നമ്മൾ അവിടെ ചിന്തിക്കുന്നത് എന്താണ്, ഇവർക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു? പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞുകൂടായിരുന്നു, അല്ലെങ്കിൽ ഇവരെ മനസ്സിലാക്കുന്ന ആരുടെങ്കിലും പറഞ്ഞുകൂടായിരുന്നു? അവർക്ക് ആ ഒരു തോട്ടിലേക്ക് അവർക്ക് എത്താൻ പറ്റില്ല. അല്ലെങ്കിൽ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാള്, ഒരു ഇടപെടൽ അവിടെ ഉണ്ടാകണം. അല്ലെങ്കിൽ അവിടെ എത്തുന്നതിന് മുമ്പേ നമുക്കൊന്ന് പിടിച്ചു നിർത്താൻ, യു ആർ നോട്ട് എലോൺ ഹിയർ എന്ന് പറയുന്ന ഒരു വോയിസ്, ഒരു സംഭാഷണം, ഒരു കോൺവെർസേഷൻ, ഒരു ഫേസ്, അവരെ ഓർമ്മയിൽ ആരുടെയെങ്കിലും ഒരു മുഖം വരണമായിരുന്നു, വന്നിട്ടില്ല. സോ ഇത് സൈക്കോളജിക്കലി അവരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു സൈക്കോളജിക്കലി അഫക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ആ ഒരു കോൺവെർസേഷൻ എങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോകണേ, നമ്മൾ ആ കോൺവെർസേഷൻ എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യുമെന്ന് നോക്കാം. അതിന് മുൻപ് നമുക്ക് ഈ ആത്മഹത്യക്ക് പല കാരണങ്ങളുണ്ട്. ആത്മഹത്യ ചൂസ് ചെയ്യാനുള്ള കാരണം ഇപ്പം നമുക്കറിയാം, ബ്രേക്കപ്പ് ഒരു ഇഷ്യൂ ആണ്. ഒരു പാർട്ട്ണർ റിലേഷൻഷിപ്പിൽ പ്രണയങ്ങളിലേക്ക് വരുന്ന ഒരു റിലേഷൻഷിപ്പിൽ വരുന്നു, ഒരാൾ ബ്രേക്കപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഒരാൾക്ക് ആ റിലേഷൻഷിപ്പ് ഓക്കെ അല്ല, വിട്ടിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ വരുന്ന പാളിച്ചകൾ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സ്, അതുപോലെ ക്രൂഷ്യൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, കടം വാങ്ങുന്നു, സോഷ്യലി. ഒറ്റ മിനിറ്റ് ഇവിടെ ഒരാൾ അപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ ഇപ്പം പാരൻസും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതാവും. അപ്പോൾ എനിക്ക് വേദനയോടെ ഞാൻ ഷെയർ ചെയ്തിരുന്ന ഒരു സ്റ്റോറി ഉണ്ട്, എനിക്ക് വളരെ വേണ്ടപ്പെട്ട. ഞാൻ എപ്പോഴും എനിക്കെപ്പോഴും വളരെ ഇഷ്ടമുള്ള ഒരു കുട്ടി, അതായത് ഞാൻ അതായത് ഒരുപാട് 20 വർഷത്തിന് മുൻപ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സുന്ദരമായിട്ട് പൊളിഞ്ഞ ഒരു ബിസിനസ്, അടിപൊളിയായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, പൊളിഞ്ഞത് പിന്നീടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് 2 ഡോക്ടേഴ്സാണ്. ഞങ്ങളൊരു ഹെൽത്ത് സെൻറ്റർ, വെൽനസ് സെൻറ്റർ, അന്ന് വെൽനസ് എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് പോലും ഉണ്ടാകാത്തൊരു കാലഘട്ടത്തിൽ
ഒരു വെൽനസ് സെൻറ്റർ നാഷണൽ ഹൈവേയുടെ ഇട്ടു, കുറേ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരുന്നു, ബിസിനസ് അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പക്ഷെ പിന്നീട് അത് പൊട്ടിപ്പൊളിഞ്ഞു. ഞാനത് ബിസിനസ് ചെയ്ത് അന്ന് എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റൂല എന്ന് 20 വർഷത്തിന് മുൻപാണ്, കുഴപ്പമില്ല, ഞാൻ മനസ്സിലാക്കിയത് അതും പോയി. പക്ഷെ ചെയ്ത ആ ബിൽഡിംഗ് ഓണറിൻ്റെ ഒരു കുട്ടി, ചെറിയ കുട്ടി, അന്ന് അവന് 3 വയസ്സ്. പാരൻസ് ഒറ്റ കുട്ടിയാണ്, ആരുടെ കണക്ട് ചെയ്യാൻ വിടില്ല, വളരെ കെയർഫുൾ. രണ്ടുപേരും, ഒരാൾ ഡോക്ടർ, ഒരാൾ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി, വളരെ പ്രൊട്ടക്ട് ചെയ്ത് വളർത്തിയ കുട്ടി. പക്ഷെ എൻ്റെ അടുത്ത് അവർ അലോ ചെയ്യുമായിരുന്നു. എൻ്റെ അടുത്ത് വരും, എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കും, ഞാൻ അവനെ ചേർത്ത് ഇങ്ങനെ പിടിക്കും, മടിയിൽ വെക്കും, കഥ പറഞ്ഞു കൊടുക്കും. കൊച്ചുകുട്ടി 3, 3.5, 4 വയസ്സ്, ഉമ്മ കൊടുക്കും. എന്നെ കാണുമ്പോൾ അവൻ്റെ മുഖം ഇങ്ങനെ വിടരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്, അവനെ കാണുന്നത്. ഞാൻ ഈ കഥാപുസ്തകം കുറച്ചുകൂടെ വലുതായപ്പോൾ കഥാപുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കും, മിഠായി കിൻഡർ ജോയ് വാങ്ങിക്കൊടുക്കും. അന്ന് കിൻഡർ ജോയ് ഇറങ്ങുന്ന കാലഘട്ടമായിരുന്നു, അത് വാങ്ങിക്കൊടുക്കും, ഭയങ്കര ഇഷ്ടമാണ്, അതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെക്കും. അത് കഴിഞ്ഞ് ബിസിനസ് പൊട്ടി ഞാനങ്ങ് പോയി. എന്നാലും ഇടയ്ക്ക് എന്നെ കാണുമ്പോൾ മാത്രം അവർ അലോ ചെയ്യും. പിന്നെ അവർ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കുട്ടിയെ ആരുമായിട്ടും സോഷ്യലൈസ് ചെയ്യാൻ അനുവദിക്കത്തില്ല. ഈ കുട്ടിക്ക് ഒരു ഡിസിപ്ലിൻ, ഒറ്റ കുട്ടിയാണ്, ഡിസിപ്ലിൻ ഉണ്ടാക്കി, എല്ലാത്തിനും ഡിസിപ്ലിൻ, എഴുന്നേൽക്കുന്നത് ഡിസിപ്ലിൻ, ഭക്ഷണം കഴിക്കുന്നത് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന വാക്കിൻ്റെ ആണ് അവൻ്റെ ലൈഫ് ഈസ് ഈക്വൽ ടു അവൻ്റെ ഡിസിപ്ലിൻ, ഇങ്ങനെ വളരെയാണ്. ഇടയ്ക്ക് എന്നെ ഞാൻ കാണുമ്പോൾ സംസാരിക്കും. അപ്പോൾ പറയും അവൻ മിടുക്കനാണ്, 10ാം ക്ലാസ്സിൽ പോകുന്നു എന്ന് സംസാരിക്കണേ. ഞാൻ ചിലപ്പോൾ അവനോട് ഫോണിൽ സംസാരിക്കും. എൻ്റെ അടുത്ത് എപ്പോഴും ആൻറ്റി എന്നൊരു വിളിക്കും. ആ വിളിയിൽ ആ 3-4 വയസ്സുകാരൻ വിളിക്കുന്ന അതേ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. അതേപോലെ മോനെ എന്ന് ഞാൻ തിരിച്ചു വിളിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ദുബായിലേക്കൊക്കെ പോകുന്നു. കുറേ കാലം കഴിഞ്ഞിട്ട് എന്നെ നടുക്കിയൊരു വാർത്ത ഞാൻ കേട്ടു. ഈ കുഞ്ഞ് അച്ഛനും അമ്മയും അവരുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന വീഡിയോയിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും ഓഫീസിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് സൂയിസൈഡ് ചെയ്യുന്നു. ഇതിനപ്പുറം ഒരു വാർത്ത നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു വാർത്ത, ഇതിനപ്പുറം ഒരു അമ്മ എങ്ങനെ അതിനെ ഓർക്കും? ഞാൻ അമ്മയ്ക്ക് പക്ഷെ പിന്നീട് ഞാൻ കുറേ വോയിസ് നോട്ട് ഇട്ടു. ഞാൻ പോയി കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനൊന്നും റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ആ സാഹചര്യത്തിൽ ആർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ 3 വർഷം കഴിഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് പിന്നെ വന്നു ഫോണിൽ നിന്ന്. ഞാൻ വീണ്ടും പ്രസവിച്ചു, അതൊരു ആൺകുട്ടിയാണ്, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് മാം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് എനിക്ക് വന്നു. അപ്പോൾ അവർക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതെന്ന് പറയുന്നത് ഓവർ പൊസസീവ്നെസ്സും ഓവർ സ്നേഹവും ഓവർ ഡിസിപ്ലിനുമാണ്. ലൈഫിൽ എപ്പോഴും ന്യൂട്രാലിറ്റിയാണ് ലൈഫിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഒന്നും എക്സ്ട്രീം ആകാൻ പാടില്ല. ഇത് കുട്ടികളും അമ്മയും തമ്മിൽ, അല്ലെങ്കിൽ പാരൻസും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ വരുന്നില്ല. ഔട്ട് ഓഫ് ലവ് ആണ്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് കൺസേൺ ആണ്, ഔട്ട് ഓഫ് അറ്റാച്ച്മെന്റ് ആണ്, ഔട്ട് ഓഫ് അവരുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു കൺസേൺ, ഇതൊക്കെ തന്നെ ആയിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മൾ ഒരിക്കലും പ്രകാശം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് ലൈഫിൽ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. റിലേഷൻഷിപ്പിൽ വരുന്ന എൻ്റെ നേരിട്ടുള്ള ഒരു അനുഭവം, അതേപോലെ പല അനുഭവങ്ങളും എൻ്റെ പേഴ്സണൽ ലൈഫിൽ വന്ന, എനിക്ക് എന്നും വേദനയോടെ അല്ലാതെ ഓർക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. അത് ഞാൻ സമയം കിട്ടുകയാണെങ്കിൽ പിന്നെ പറയാം. ദെൻ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഇതല്ലാത്ത റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട്. സോഷ്യൽ കണക്ഷൻ, ഓഫീസിൽ നമുക്ക് ബുദ്ധിമുട്ടാകുന്ന അന്തരീക്ഷങ്ങൾ. ദെൻ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഒരു റീസണാണ്. അതായത് ഇപ്പം എല്ലാ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും ഒന്നുമില്ല, പക്ഷെ ചില കണ്ടീഷനിൽ എക്സ്ട്രീം ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരാൾക്ക് സൂയിസൈഡൽ ടെൻഡൻസി വരാം, സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത. ഷീസോഫീനിയ, അവർക്ക് ചില തരത്തിലുള്ള ടൈപ്പ് ഓഫ് ഷീസോഫീനിയക്ക് സൂയിസൈഡൽ ടെൻഡൻസി, ബൈപ്പോളർ ഡിസോർഡർ, ഇങ്ങനെയുള്ള ചില മാനസിക രോഗങ്ങൾ, മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ വരുന്ന ഹോപ്പ്ലെസ്നെസ് ആണ്. ഒന്നുമില്ല, ഇനി അങ്ങോട്ടൊന്നുമില്ല, ഞാൻ ഇനി മറ്റുള്ളവർക്ക് എന്തിനാണ് ഭാരമാകുന്നത്, അല്ലെങ്കിൽ എന്നെ കാരണം ഇവരും കൂടി ബുദ്ധിമുട്ടല്ലേ, ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ഒരു തോട്ട് വരുമ്പോൾ ഒരു ഹോപ്പ്ലെസ്നെസ്, നമുക്ക് ഒന്നും ഇനി ചെയ്യാൻ ബാക്കിയില്ല, ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു അവസരത്തിൽ ആളുകൾ സൂയിസൈഡിലേക്ക് പോകുന്നു. പിന്നെ നമുക്കറിയാം ഈ മീഡിയ എക്സ്പോഷർ വലിയ ഗുരുതരമായൊരു പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി മരിച്ചു, അവൾ ഇഷ്ടപ്പെട്ട കൊറിയൻ സിംഗർ മരിച്ചുപോയി, അതുകൊണ്ട് അവൾ സൂയിസൈഡ് ചെയ്തു. വളരെ ചെറിയ കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ. നിങ്ങളൊക്കെ ന്യൂസിൽ കണ്ട
9 വയസ്സുള്ള 7 വയസ്സുള്ള കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത എന്തൊരു ക്രൂരമായ ഒരു ഒരു കാലഘട്ടത്തിലൂടെ, അല്ലെങ്കിൽ എത്ര വിചിത്രമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളും ജീവിച്ചു പോകുന്നത് എന്നുള്ളതാണ്. 7 വയസ്സുകാരൻ 9 വയസ്സുകാരനെ ആത്മഹത്യ ചെയ്യുക, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ഒരു കുട്ടിയുടെ അച്ഛനാകുക, ഇതൊക്കെ സംഭവിക്കുന്നത് കേരളത്തിലാണ് എന്നുള്ള കാര്യം ഓർക്കണം. സാക്ഷരതയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന കേരളത്തിൽ. അപ്പോൾ നമുക്ക് ഈ കുറച്ച് പേർക്കെങ്കിലും നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ഒരു ഇപ്പം അതായത് കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു മാതൃഭൂമി പത്രവും അസോസിയേഷൻ ഓഫ് കൗൺസിലേഴ്സ് ആൻഡ് മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റുകളുടെ ഒരു സംഘടന ഞങ്ങൾ ചേർന്ന് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട, ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കൂ. ഒരു ക്യാപ്ഷനാണ്, നിങ്ങൾ വിഷമിക്കേണ്ട, ഈ നമ്പർ നിങ്ങൾക്കുള്ളതാണ്. ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്ത് ഇതിൽ വിളിച്ചിട്ട് പറയുന്ന ആൾക്കാർ പറഞ്ഞത്, ഈ നമ്പർ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിന്ന് ജീവനോടുണ്ട്. എത്രയോ പേര് പറഞ്ഞിട്ടുള്ളതാണ്. 4000-5000-ത്തിലധികം വേൾഡ് വൈഡ് കോള് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പത്രവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്. അത് ഒരു മാസത്തിലാണ് ഇത്രയും കോളുകളെന്ന് ആലോചിക്കണം. ഒരു പാനലിരുന്ന് വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ തന്നെ നമ്മൾ എത്ര മാസം അത് കണ്ടിന്യൂ ചെയ്ത് പോയി. അപ്പോൾ ഒരു കോൺവെർസേഷൻ, ഒരു ഹലോയിൽ 2 മണിക്കും 3 മണിക്കൊക്കെ നമുക്കന്ന് കോളുകൾ വരുമായിരുന്നു. 2 മണിക്കൊക്കെ വിളിച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ തരത്തിൽ അഗ്രസീവ് ആകുന്ന ആൾക്കാർ നമ്മൾ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെയും നമ്മൾ ഇപ്പുറത്തെ സൈഡിലൊരു പേഷ്യൻ്റ് മനസ്സോടുകൂടി നമുക്കറിയാത്ത, കാണാത്ത, കേൾക്കാത്ത, ഇനി ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ഏതോ ഒരാൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു കരുതൽ കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാരണം അത് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് നമ്മളിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം അനുഭവിക്കുന്നത് കൊണ്ടാണ്, ജീവിച്ചിരിക്കുന്നു എന്ന മനോഹരമായ ആ ഭാഗ്യം നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമുക്കത് ചെയ്യുക. കാരണം അത് ഇൻഫാക്റ്റ് അത് അവരുടെ നമ്മളത് ചെയ്ത് കൊടുക്കേണ്ടതാണ്, നമ്മളുടെ ഡ്യൂട്ടിയാണ് ആ സഹജീവികളെ കൂടെ പിടിച്ചു നിർത്തുക എന്നുള്ളത്. പിന്നെ വരുന്ന മീഡിയ എക്സ്പോഷറിൽ കമ്പാരിസൺസ് ഭയങ്കര പ്രശ്നമാണ് ഇന്നത്തെ, എസ്പെഷ്യലി കൊച്ചുകുട്ടികൾക്ക്. കാരണം എന്തുകൊണ്ടാണ് അഡോളസെന്റ് സ്റ്റേജിലെ കുട്ടികൾ മീഡിയ എക്സ്പോഷർ ഇഷ്യൂ വരുന്നതെന്ന് വെച്ചാൽ 18 വയസ്സ് കഴിയണം ഇമോഷണൽ കോഷ്യന്റ് ഡെവലപ്പ് ചെയ്യാൻ. ഇമോഷണൽ മാനേജ്മെന്റ് പക്ക ആകണമെങ്കിൽ 18 വയസ്സാകണം. അതുവരെയുള്ള കുട്ടികൾക്ക് ഇമോഷണൽ കോഷ്യന്റ്, ഇമോഷണൽ ഇന്റലിജൻസ് കുറവാണ്. ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി വളരെ കുറവാണ്. അവരെടുക്കുന്ന റോങ് ഡിസിഷൻ ആയിരിക്കും. അതായത് അത്രയും മാനസികമായ പക്വത അവർക്ക് ലഭിക്കാത്തത് കൊണ്ട്, ആ പക്വതയിലേക്ക് അവർ എത്തിച്ചേരാത്തത് കൊണ്ട്. ദെൻ തൊഴിൽ ഇടങ്ങളിലും കടബാധ്യത, അല്ലെങ്കിൽ പെട്ടെന്നൊരു കൃഷി നശിച്ചു, വയനാട്ടിലും ഒക്കെ ധാരാളം ആത്മഹത്യകൾ, കർഷക ആത്മഹത്യകൾ, പെട്ടെന്ന് ഒരു പാപ്പരാകുക, അല്ലെങ്കിൽ ഉള്ള ഫിനാൻഷ്യലി ഉണ്ടായിരുന്ന എല്ലാം തീരുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗം കൊണ്ട് വലയുക. നമുക്ക് പോലും അറിയാൻ ദുരൂഹമായ എത്രയോ ആത്മഹത്യകൾ കേരളത്തിൽ നിന്നുണ്ടെന്ന് നമുക്കറിയില്ല യഥാർത്ഥ റീസൺ. ഈ കഴിഞ്ഞ ഇടയിലും ഒരു അച്ഛനും അമ്മയും 2 കുട്ടികളും നല്ല എന്താ പറയുക, ഓമനത്തുള്ള 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് അച്ഛനും അമ്മയും, ചെറുപ്പക്കാരായ അച്ഛനും അമ്മയും, ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഇല്ല എന്ന് പറയുന്നു, വളരെ സ്നേഹമുള്ള കുടുംബമാണെന്ന് പറയുന്നു. പിന്നെ എന്ത് തുറന്ന് സംസാരിക്കാൻ, ഈ പറഞ്ഞൊരു കോൺവെർസേഷന് ഒരു സ്പേസ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. വേറെ ഏതോ ഒരു പ്രശ്നമായിരിക്കും, നമുക്കറിയില്ലല്ലോ. പല പ്രശ്നങ്ങളും നമ്മൾക്ക് ഒരുപക്ഷെ നമ്മൾ കേൾക്കുന്നത് നമുക്ക് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നിയേക്കാം. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും എന്താ പറയേണ്ടത്, ഒരു പ്രോബ്ലത്തെ ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഡിഫറെൻ്റ് ആണ്. ലോകത്ത് ഒരിക്കലും ഒരാളുടെ പോലെയല്ല അടുത്ത ആളുടെ. ഓരോ വ്യക്തികളുടെ ഇമോഷണൽ മാനേജ്മെന്റ് കപ്പാസിറ്റി ഡിഫറെൻ്റ് ആണ്. ഓരോ വ്യക്തികളുടെയും പ്രോബ്ലം സോൾവിങ് സ്കിൽ ഡിഫറെൻ്റ് ആണ്. ഓരോ വ്യക്തികളുടെയും ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി പവർ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ലൈഫ് സ്കിൽസ് നിങ്ങൾ നിർബന്ധമായിട്ടും കുട്ടികൾ അറിയണം, ലൈഫ് സ്കിൽസ് അറിയണം എന്ന് പറയുന്നത് കൊണ്ടാണ്. ലൈഫ് സ്കിൽസ് എസ്പെഷ്യലി കുട്ടികളും മുതിർന്നവരും ലൈഫ് സ്കിൽസ് അറിയണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്, സൈക്കോളജി എന്തുകൊണ്ടാണ്, ഈ കോൺവെർസേഷൻ എങ്ങനെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും സൈക്കോളജിക്കലി പറഞ്ഞ ആദ്യത്തെ ഫാക്ടറിൽ അവരുടെ എന്താ പറയുക കാഴ്ചപ്പാടിനെ കുറച്ചുകൂടി വിശാലമാക്കാൻ പറ്റും. ഇങ്ങനൊരു ഓപ്ഷൻ ഇല്ലേ, നമുക്കങ്ങനെ ചിന്തിച്ചുകൂടെ, ഞാനൊപ്പം വരാം, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള 2-3 പേരുണ്ട്, അവരോട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ അവിടെ ആ കാഴ്ചപ്പാട് കുറച്ചുകൂടെ ഒന്ന് വികസിച്ചു, ആ സ്ട്രോയുടെ അകത്തു നിന്നും ഒരു വലിയ പൈപ്പിൻ്റെ അത്രയ്ക്കും കുറച്ച് മാറും. ഈ മരിച്ചേക്കാം എന്നുള്ള ഇമ്പൾസീവ് തിങ്കിങ് പതുക്കെ സ്ലോ ഡൗൺ ചെയ്യും. ദെൻ
പതുക്കെ മെല്ലെ മെല്ലെ ഈ ചോയ്സസ് അവർ യൂസ് ചെയ്യാൻ തുടങ്ങും. അതിനുവേണ്ടി അവർ ഫ്ലെക്സിബിൾ ആവും. ഇതാണ് ഈ കോൺവെർസേഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ എന്താണ് പറയേണ്ടുന്നത്? ഇവിടെ പറയുമ്പോൾ ഇത് നിസ്സാരമല്ലേ? ഒരിക്കലും പറയരുത്. ഒരുപക്ഷെ നിസ്സാരമായിരിക്കും, അത് നമുക്കായിരിക്കും നിസ്സാരം, പക്ഷെ അവർക്കൊരിക്കലും അത് നിസ്സാരമല്ല. ഒരിക്കലും അത് നിസ്സാരമല്ല. അത് നിസ്സാരമല്ലേ എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. ആരുടെ ഒരു വലിയ പ്രശ്നം വരുമ്പോഴും നമ്മളത് നിസ്സാരമല്ല, അപ്പോൾ ഇതിനാരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഒരിക്കലും പറയരുത്. അത് നമ്മൾ പറയുന്നവരെ ഇമോഷനെ, ആ ട്രിഗറിനെ കുറച്ചുകൂടി കൂട്ടുന്ന ഒരു കാര്യമാണ് ആ ഒരു കോൺവെർസേഷൻ വരുന്നത്. അവിടെ നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്, ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ വിഷമം വളരെ ടെൻഷനിലാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒത്തിരി ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഹെവിനെസ് തരുന്ന, അല്ലെങ്കിൽ ആ തരുന്ന ഒരു പെയിൻ തരുന്ന ആ ഒരു കാര്യം, ആ ഒരു ഫീലിംഗ് എന്താണെന്നൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണോ? അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റാത്തത് എന്ത് കാര്യമാണ്? ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്ത വലിയ കാര്യങ്ങളുണ്ടോ? ആദ്യത്തെ ചോദ്യമൊക്കെ അങ്ങനെ, ഒട്ടും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? അതിനും ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഏതെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റാത്ത കാരണങ്ങളുണ്ടോ? ഈ മൊമെന്റിൽ ഇമ്പോസിബിൾ ആണെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്, പക്ഷെ ഇവിടെ ഇമ്പോസിബിൾ എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും കാര്യത്തിൽ വിഷമിക്കുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോഴാണ് പെട്ടെന്ന് അവർക്ക് ഒരു പ്രതീക്ഷ. കാരണം ഒരാൾ ഇങ്ങനെ സംസാരിക്കാനുണ്ട്, കാരണം നമ്മളെപ്പോഴും ആ പ്രതീക്ഷയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ല നമ്മളും കൂടി ഇരുന്ന് കരയുക, നമ്മളും കൂടി, നമുക്കത് ഒരിക്കലും അത് ശരിയായ രീതിയല്ല. നമുക്ക് ഈ പ്രിവെൻഷൻ ഫോക്കസ് എന്ന് പറയുന്നത് ഈ മെൻ്റൽ സ്ട്രഗിളിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാനേ നമുക്ക് അവിടെ പറ്റൂ. കംപ്ലീറ്റ് ക്ലിയർ ആക്കാൻ പറ്റില്ല. ഈ ക്രൈസിസിനെ കുറിച്ച് അവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ സംസാരിപ്പിക്കാൻ അവർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തുടങ്ങുമ്പം ദർ ആർ ടു മെനി ഓപ്ഷൻസ്. ഇവർ പറയാത്തതാണ് പലപ്പോഴും പ്രശ്നം. ഇവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട, ഈ തോട്ട്സ് എന്ന് പറയുന്ന കമാൻഡ്സ് ആണ്. നമുക്ക് ഒരിക്കലും നമ്മൾ തോട്ടുകളെ വിശ്വസിക്കുന്നതാണ്. അവർ ഭരിക്കുന്ന അപ്പം അവരുടെ ആ സമയത്ത് അവരുടെ ചിന്തകളാണ്. തോട്ട്സ് ആർ സിഗ്നൽസ്. അവർ പല തരത്തിലുള്ള ഈ ചിന്തകൾ കൊടുക്കും. വേറെ വഴിയില്ല, വേറെ രക്ഷയില്ല, തീരാൻ പോണു, ഇനി നിന്നിട്ട് കാര്യമില്ല. കാരണം ഒരു ഫ്രീസ് എന്നുള്ളൊരു മോഡിലേക്ക് അവരെത്തും. ഫൈറ്റ്, ഫ്ലൈറ്റ്, ഫ്രീസ്. ഇനി ഒന്നും ചെയ്യല്ല, ഇനി ഒന്നും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒന്നുമില്ല, ഫ്രീസിലേക്ക് എത്തി. ഇനി ഒന്നും ചെയ്യാനില്ല. അവിടെ അവിടെ ഈ ഓപ്ഷൻസും പിന്നെ ഒരു ചിന്തകളും എല്ലാം സ്റ്റക്കാവുന്ന ഒരു മൊമെൻ്റാണ്. അവിടെ നമ്മളവിടെ നിന്ന് അവരെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരണം. എയ്തർ ഫൈറ്റ് ഒരു ഫ്ലൈറ്റിലേക്ക് പതുക്കെ തിരിച്ചു കൊണ്ടുവരിക. സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും അത് വരും. ഇനി ഇമോഷണൽ ഏരിയയിൽ എന്താണ് സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ്? അവരുടെ ഇമോഷൻസ്, ഇപ്പോൾ പെയിൻ, ഷെയിം, ഫിയർ, നംനെസ് ഒക്കെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഒരുപാട് ഇമോഷൻസ് കയറി വരുമ്പോൾ ഇമോഷണൽ നംനെസ് ഉണ്ടാകും. ഇമോഷണൽ ഓവർലോഡ് അല്ലെങ്കിൽ ഇമോഷണൽ നംനെസ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഗ്രീഫ്, ഫിയർ, ആങ്കർ. അതായത് അപ്പോൾ അവർക്ക് ഉള്ളിൽ വരുന്ന ഒരു ഫീലിംഗ് എന്ന്, ഞാനിതിന് മുൻപ് ഇത് അനുഭവിച്ചിട്ടേ ഇല്ല, ഷെയിമാണ് വരുന്നത്. നമ്മുടെ വൈബ്രേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഏറ്റവും താഴത്തെ ഇമോഷനാണ് ഷെയിം എന്ന് പറയുന്നത്. ആ ഷെയിമിൻ്റെ താഴെ ഒരു ഇമോഷണൽ ലെവൽ പോലും ഇല്ല. ഏറ്റവും താഴെ മരണത്തിന് തൊട്ട് മുമ്പ്, ഡെഡ് ബോഡി എന്ന് പറയുന്നത് 0 ആണ്. അതിന് തൊട്ട് മുമ്പുള്ള 20 ഷെയിമിലേക്ക് വരുമ്പോൾ. അപ്പോൾ ആ ലെവലിലേക്ക് നമ്മൾ താഴെയാണ് ചെയ്യുന്നത്. ഇമോഷണൽ നംനെസ് വരുന്നു. അവിടെ നമ്മുടെ കോൺവെർസേഷൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും. ആ ഇൻറ്റൻസിറ്റി അപ്പോൾ അവർ നിൽക്കുന്ന ആ പൊസിഷനിൽ നിന്നും പതുക്കെ ഒരു ചെറിയ ഒരു ഹോപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഷെയിമിൽ നിന്ന്, ആ ഇമോഷണൽ ഓവർലോഡിൽ നിന്നും പതുക്കെ ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. അവർ പറയുന്ന നമ്മൾ കേൾക്കുമ്പോൾ, അവർ പറഞ്ഞു കിട്ടിയാൽ രക്ഷപ്പെട്ടു. കേട്ട് കഴിയുമ്പോൾ അവരുടെ ഇമോഷൻസ് അവർക്ക് തന്നെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. കേൾക്കാൻ ആളുകളില്ലാത്തത് വലിയൊരു പ്രശ്നമാണ്. ഈ ഇമോഷണൽ പെയിൻ ഷെയർ ചെയ്യുമ്പോൾ അവരൊറ്റയ്ക്കല്ല അത് ക്യാരി ചെയ്യുന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് അവരെത്തും. അത് പറയുമ്പോൾ നമ്മൾ പറയുക, സന്തോഷം പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും, ദുഃഖം പറയുമ്പോൾ കുറയും എന്നാണ് പറയുന്നത്. പെയിൻ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും, ഹാപ്പിനെസ് ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. ഈ രണ്ട് ഇമോഷനും വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്.
അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ മറുപടി ഒരു ഇമോഷണലി നമ്മൾ എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് ഇതൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെ സ്ട്രോങ് ആയി നിൽക്കാൻ പറയുന്നത് കാര്യമില്ല. നിങ്ങൾക്ക് ഇവിടെ സ്ട്രോങ് ആയി നിൽക്കുന്നത് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ അവരെ ഇമോഷനെ നമ്മൾ കണക്ട് ചെയ്തു. ഈ ഒരു ഫീലിംഗ് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് എന്ത് ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് വേറൊരാളുടെ ഒരു ഹെൽപ്പ് ഉണ്ട്. അപ്പോൾ പതുക്കെ ഒരു പ്രതീക്ഷ, ഒരു ഹോപ്പിലേക്ക് അവരെത്തും. എപ്പോഴും ഇവിടെ നമ്മൾ ചെയ്യേണ്ടുന്നത് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കണം. കരഞ്ഞോട്ടെ, വിളിച്ചു കൂപ്പിക്കോട്ടെ. അവരുടെ ഫാമിലി മെമ്പേഴ്സിനോടത്ത് ലിസണിങ് സപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞാൽ മതി. ആദ്യം എല്ലാവരുടെയും ഒരു പ്രശ്നം ഇത് കേൾക്കാൻ ഒരു സമയം കൊടുക്കില്ല. ഇത് കുറേ കാലം കൊണ്ട് ഞാൻ കേൾക്കുന്നതാണ്, ഇതെനിക്ക് അറിയുന്നതാണ്, ഇതെനിക്ക് കേൾക്കാം, എനിക്കിതറിയാം, ഇതെന്താ പറയാൻ പോകുന്നത് എനിക്ക് അറിയാമെന്ന് പറയാറുണ്ട്. വളരെ മുൻപ് എനിക്കൊരു ക്ലയൻറ്റ് വന്നു. ഒരു ഹസ്ബൻഡ്, ഒരു വൈഫാണ് വന്നത്. വൈഫിന് 2 കുട്ടികളാണ്. ഈ കുട്ടികളെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഈ കുട്ടികൾ നന്നായിട്ട് കരയുന്നുണ്ട്. മൂത്ത കുട്ടി 7ാം ക്ലാസ്സിലാണ്, രണ്ടാമത്തെ കുട്ടി 1ാം ക്ലാസ്സിൽ വന്നിട്ട് ബോയ് ആണ്, മൂത്തത് ഒരു ഗേളാണ്. ഈ പെൺകുട്ടി വന്നതെന്ന് പറഞ്ഞാൽ കൊല്ലത്ത് വലിയൊരു കൊട്ടിയത്തുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂളിൽ അവിടുത്തെ സ്റ്റുഡൻസിനും പാരൻസിനും കൂടി ഒരു വർക്ക്ഷോപ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വലിയ പ്രോഗ്രാം, എനിക്ക് തോന്നുന്നു ആ സ്കൂളിൽ ഒരു 1200ഓളം CBSE സ്കൂളാണ്, സ്റ്റുഡൻസ് പഠിക്കുന്ന സ്കൂൾ, സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളാണ്. അവിടെ ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം ആ സെഷൻ അറ്റൻഡ് ചെയ്ത ഒരു അമ്മയാണ് കുട്ടികളുമായിട്ട് വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പം ഈ 2 കുഞ്ഞുങ്ങളും, ഇളയ കുട്ടി പ്ലസന്റ് അല്ല, മൂത്ത കുട്ടി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പം ഇളയ കുട്ടി ഇടയ്ക്ക് കരയുന്നുമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവന് വിശക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇവരോട് സംസാരിക്കുമ്പോൾ പറയാണ്, എന്നെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും ലവ് മാരേജ് ആയിരുന്നു. വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകുമായിരുന്നു. അദ്ദേഹത്തിന് ഈ പ്ലംബിങ്ങിൻ്റെ ഇതാണ്. എൻ്റെ വീട്ടിൽ അത്യാവശ്യം ഫിനാൻഷ്യൽ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചു, നന്നായിട്ട് ചൈൽഡ്ഹുഡ് കെയർ ജീവിക്കുകയായിരുന്നു. നല്ല ബ്യൂട്ടിഫുള്ളാണ് ഈ ലേഡിയെ കാണാൻ. അപ്പോൾ സ്നേഹിച്ചു, ഇറങ്ങിപ്പോയിരുന്നു. ഞങ്ങൾ ഒരു വീടൊക്കെ വെച്ചു. ഈ അടുത്ത കാലത്ത് വീടൊക്കെ വെച്ചു. എൻ്റെ ഹസ്ബൻഡിന് ഒറ്റ പ്രശ്നമുള്ള മദ്യപിക്കും. എന്നോടും കുട്ടികളോടും വളരെ സ്നേഹമാണ്. ഈ കുട്ടികൾ 2ഉം അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സാണ്. ഒരു കാര്യത്തിലാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ദേഷ്യം, എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഇടയ്ക്ക് കുട്ടികളൊക്കെ ആയപ്പോൾ എൻ്റെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തു. ഇടയ്ക്ക് അവിടെ പോയി നിൽക്കും. അവിടെ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് എൻ്റെ സ്വഭാവം മാറുമെന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറയാറ്. ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ഇപ്പം പുതിയ വീട് വെച്ചു, ഹൗസ് വാമിങ് കഴിഞ്ഞു. ഞങ്ങൾ അധികം താമസിച്ചിട്ടില്ല. പാലുകാച്ച് കഴിഞ്ഞ് ഒരു 2-3 ദിവസം താമസിച്ചു. പാലുകാച്ചിൻ്റെ അന്നോട്ട് തുടങ്ങിയ കുടി അദ്ദേഹം നിർത്തിയില്ല. കൂട്ടുകാരുമൊക്കെ ആയിട്ട് കുടിക്കുന്നു. ഭയങ്കര പ്രശ്നം. ഇനി എനിക്ക് അയാളോട് ജീവിക്കേണ്ട, വീട് എൻ്റെ പേരിൽ തന്നെയാണുള്ളത്, എനിക്ക് അയാളോട് ജീവിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഞാൻ കുട്ടികളെ എടുത്ത് എൻ്റെ വീട്ടിലേക്ക് വന്നു. ഇനി ഞാൻ പോവില്ല മാഡം, അവിടേക്ക് തിരിച്ചു പോകുന്നത് ഒഴിച്ച് വേറെ എന്തും പറഞ്ഞോളൂ. തിരിച്ചു വന്നതിന് ശേഷം മുതൽ ഈ കുട്ടികൾ ഭയങ്കര പ്രശ്നം. ഇതാണ്, കുട്ടികൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അവർ അച്ഛനെ കാണുമ്പോൾ കരയാണ്. അവർക്ക് അച്ഛനെ മതി എന്നാണ് അവർ പറയുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും ഈ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി, ഒരു മദ്യപാനിയുടെ കൂടെ എൻ്റെ മകൾ വളർന്നാലത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കി കൊടുത്ത് തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഈ കുട്ടികൾ കേട്ടപ്പോൾ കുട്ടികൾ 2പേരും പറയുന്നത് എനിക്ക് അച്ഛനെ കാണണം. ഈ സംഭവം നടക്കുന്ന ഒരു വെള്ളിയാഴ്ചയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ അമ്മയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നം ഞാൻ സോൾവ് ചെയ്ത് തരാം, പക്ഷെ നിർബന്ധമായിട്ടും നിങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം നിങ്ങൾ ഹസ്ബൻഡിനെ വിളിക്കണം. ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഈ കുട്ടികളുമായിട്ട് കാണാം. എന്നിട്ട് ഞായറാഴ്ച നിങ്ങൾ ഹസ്ബൻഡിനെ കൂട്ടി വരണം. ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം, കുട്ടികൾ കാണണമെന്ന് പറയുന്നു, അങ്ങോട്ട് വരാം എന്ന് പറയണം എന്ന് ഞാൻ പറഞ്ഞു വിട്ടു. ഇത് നിങ്ങൾ ചെയ്യും, ഞാൻ ചെയ്യാം. അപ്പം എനിക്ക് മനസ്സിലാവുന്നത് ഈ കുട്ടികൾ എത്ര ആഴത്തിൽ പിതാവിന് അച്ഛനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് ഈ ലേഡി ഇൻ ബിറ്റ്വീൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കുട്ടികളെ വിളിച്ച് എപ്പോഴും പരാതി പറയും, നിങ്ങൾ വന്നില്ലെങ്കിൽ അച്ഛൻ മരിച്ചു കളയും എന്ന് പറയാറുണ്ട്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഇത് എവിടെയോ എന്നെ അങ്ങ് ടച്ച് ചെയ്തു. ചിലപ്പോൾ അയാൾ അങ്ങനെ ചെയ്താലോ, ഇങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ എനിക്ക് വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും വരുത്താം. അയാളെ മദ്യപാനം ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അയാളോട് ഡിവോഴ്സോ ലീഗലി ചെയ്യാനോ എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നിങ്ങൾ ആദ്യം ഹസ്ബൻഡിനെ വിളിക്കണം. എന്നിട്ട് മൂത്ത കുട്ടിയെടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ അച്ഛനെ വിളിക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണം. അച്ഛനെ വിളിക്കാൻ ഞാൻ മോളെയും കൂടെ ചേർത്ത് നിർത്തിയിട്ടാണ് പറയുന്നത്. അച്ഛനോടത്ത് സംസാരിച്ചിട്ട് സൺഡേ വരുമ്പം മോൾ എത്ര മണിക്കാണ് അമ്മ വിളിച്ചതെന്ന് ആൻറ്റി അടുത്ത് പറയണം.
ഇങ്ങനെയും കൂടി ഞാൻ പറഞ്ഞു. ഇവർ പോകുന്ന ഒരു 6-7 മണിയാകും. ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇവർ പോയി, തിരിച്ചു പോയി. വെള്ളിയാഴ്ച പിന്നെ ഞാൻ അങ്ങോട്ട് പിന്നെ നമ്മൾ വിളിക്കാറില്ല, നോർമലി അങ്ങനെ വിളിക്കാറില്ല. ശനിയാഴ്ചയും ഞാൻ വിളിച്ചില്ല. അപ്പം ഞാൻ ഓർത്തു ഞായറാഴ്ച അവർ വരുമായിരിക്കും. ഞായറാഴ്ച രാവിലെ 5:30 മണിക്ക് ഒരു കോൾ വരികയാണ്. അപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് എനിക്ക് നമ്പറാണെങ്കിൽ മനസ്സിലാവുന്നില്ല. ഹലോ എന്ന് വെച്ചു. വലിയ ബഹളങ്ങളാണ് അപ്പുറത്തെ സൈഡിൽ കേൾക്കുന്നത്, ഒച്ചത്തിലുള്ള കരച്ചിൽ കേൾക്കുന്നു. ഞാൻ പേടിച്ചു, ഇത് ആരാന്ന് എനിക്ക് അറിയാൻ വയ്യ, ആരാന്ന് പറഞ്ഞപ്പം ഈ ലേഡീൻ്റെ അടുത്ത് പറയാണ്, മാഡം എന്നോട് ക്ഷമിക്കണം, വിളിക്കാൻ പറഞ്ഞു, എനിക്ക് ഞാൻ ഇന്ന് വിളിക്കാമെന്ന് വിചാരിച്ചിരുന്നു, എൻ്റെ ചേട്ടൻ പോയി. അതായത് ശനിയാഴ്ച രാത്രി ആ മനുഷ്യൻ സൂസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ സ്ത്രീ അനുഭവിക്കുകയാണ്. പിന്നെ എത്രയോ പ്രാവശ്യം അവർ ഇവിടെ വന്നു, അവരുടെ ഗിൽറ്റ്. ആ പെൺകുട്ടി തല തിരിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ, ആ പെൺകുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ കുറേ കാലം പിന്നെ ഞാൻ തന്നെ ഇത് വേറെ ബസ്സുകാരുടെ ബസ്സിലെ ക്ലീനറുടെ കൂടെ പോവുക, കുറേ ഇഷ്യൂസ് ഉണ്ടാക്കി. പിന്നെ ഒരു കോളേജിലൊന്നും അഡ്മിഷൻ കിട്ടാതെ ഒരു പാരലൽ സംവിധാനത്തിൽ കുട്ടിക്ക് അഡ്മിഷൻ റെഡിയാക്കി കൊടുത്തു. പിന്നെ എന്തായെന്ന് എനിക്കറിയില്ല. അതാണ് പറയുന്നത്, ഒരു സമയം, ആ ഇമോഷണൽ, ആ ഒന്ന് കേൾക്കാൻ, അല്ലെങ്കിൽ ആ ഒരു കോള് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാളുടെ ലൈഫ് രക്ഷിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെയുള്ള നിരവധി അവസരങ്ങളിലൂടെ ഞാൻ പേഴ്സണലി കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇമോഷൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു ലിസണിങ് സ്പേസ്, അയാൾക്ക് പറയാനുള്ളതൊന്ന് കേൾക്കാം, എങ്കിൽ ആ ഒരു ലൈഫ് നഷ്ടപ്പെട്ടു പോകില്ലായിരുന്നു. ഇനി റിലേഷൻഷിപ്പ് ഏരിയയിൽ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും? മിക്കവാറും ലോൺലിനെസ്, കോൺഫ്ലിക്റ്റ്, ഫീൽ ലൈക്ക് എ ബേർഡൻ. എൻ്റെ മറ്റുള്ളവർക്ക് ഞാനൊരു ഭാരമാകണ്ട എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവർ ചെയ്യുക. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ് തുറന്നു പറയാത്തത് കൊണ്ട് പല കോൺഫ്ലിക്റ്റുകളും ചുമന്നുകൊണ്ട് കിടക്കുന്നു. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പെർസെപ്ഷൻ, നമ്മളുടെ ഒരു ചില കാര്യങ്ങളുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നതാണ് ശരിയെന്ന് വിചാരിക്കുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നൊരു കണ്ണട, അതിൽ ജീവിക്കുന്നുണ്ട്. പിന്നെ ഒറ്റപ്പെടലുണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു പക്ഷേ ഫീലിംഗ് ഒരു അവരെ നമ്മളെ കാണുന്നില്ല. അവർ വിചാരിക്കുന്നത് എന്താണ്, എന്നെ അവരാരും കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന മിക്കവാറും അങ്ങനെയാണ്, തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ പെയിൻ അപ്പുറത്തേക്കുന്ന ആൾ കാണുന്നില്ലല്ലോ, ഞാൻ ഇത്രയും വേദന കടിച്ചമർത്തുന്നത് കാണുന്നില്ലല്ലോ, ഇത്രയും പെയിനിലൂടെ ഞാൻ കടന്നു പോകുന്ന എൻ്റെ പങ്കാളി കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ പാർട്ണർ കാണുന്നില്ല, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ആൾ കാണുന്നില്ലല്ലോ എന്നുള്ളതാണ്. പല റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗണിൻ്റെയും നിസ്സാരമായ കാരണങ്ങളായിരിക്കും. ബ്രേക്ക് ഡൗണിനുണ്ട് ഈഗോ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ്, ഓവർ എസ്റ്റിമേറ്റ്, അല്ലെങ്കിൽ ഈ നമ്മൾ പറയില്ലേ സ്നേഹം പ്രകടിപ്പിക്കൽ, ലവ് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാളുടെ ഇപ്പോൾ ലവ് ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ്. പുരുഷൻ സ്നേഹിക്കുന്ന പോലെ അല്ല സ്ത്രീ സ്നേഹിക്കുന്നത്. സ്ത്രീക്ക് വേണ്ടത് കെയറും പുരുഷന് വേണ്ടത് സപ്പോർട്ടുമാണ്. അപ്പോൾ പലപ്പോഴും അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുകയും പുരുഷന് വേണ്ടത് പുരുഷൻ അങ്ങോട്ട് കൊടുക്കുകയും സ്ത്രീക്ക് വേണ്ടത് സ്ത്രീ കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് വേണ്ടതിലേക്ക് ആ ഒരു കറക്റ്റ് ഇതിലേക്ക് റിലേഷൻഷിപ്പിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ വരാത്തത്. ദെൻ അൺവാണ്ടഡ് ഫീലിംഗ്, അൺവാണ്ടഡ് ഓർ നമ്മൾ പറയില്ലേ റീപ്ലേസബിൾ. ഇതാണ് മകൻ കല്യാണം കഴിച്ചു, ഇനി എനിക്ക് അവനിനി എന്നെ വേണ്ട, അമ്മ ചിന്തിക്കാം. അതല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെ ഓഫീസിൽ വേറൊരു സ്മാർട്ടായിട്ടൊരു ലേഡി വന്നു, ഹസ്ബൻഡ് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പോകുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് വന്ന ഒരു കേസാണ്. അവരും ലവ് മാരേജ് ആയിരുന്നു, രണ്ടുപേരും കൂടി ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം നടത്തുകയാണ്. അപ്പോൾ വൈഫ് എൻ്റെ അടുത്ത്, വൈഫും ഹസ്ബൻഡും കൂടെ തന്നെയാണ് വന്നത്. വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞ ഇതാണ്, ഈ അടുത്ത ദിവസങ്ങളിൽ അയാൾ പോകുമ്പോൾ ഭയങ്കര മേക്കപ്പാണ്, ഡ്രസ്സിൽ ഭയങ്കര ശ്രദ്ധയാണ്, സ്പ്രേ അടിച്ചിട്ടേ പോകത്തുള്ളൂ, അയാൾക്ക് ഭയങ്കര മൂളിപ്പാട്ടുണ്ട്, പിന്നെ വെറുതെ തന്നെത്താൻ നിന്ന് ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് സംശയം ഉണ്ടാക്കി. അങ്ങനെ ഞാൻ ഓഫീസിൽ കൂടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി, പുതിയതായിട്ട് വന്ന ഒരു പേഴ്സണൽ സെക്രട്ടറി ഇയാളെ ക്യാബിൽ ഇങ്ങനെ ഇരിക്കുമ്പം ആ ലേഡിയെ കാണാൻ പറ്റും. ആ രീതിയിലാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കറക്റ്റാക്കി വെച്ചിരിക്കുന്നു. ഞാൻ അവിടെ പോയിരുന്നു, എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. മാഡം എന്ത് ശരിയൊന്നും അല്ല എന്നൊന്നും പറയണ്ട എന്ന് പറഞ്ഞു. ഈ അദ്ദേഹത്തിന് സംസാരിച്ചപ്പോൾ പറഞ്ഞാൽ പുതിയ സെക്രട്ടറി വന്നത് കറക്റ്റാണ്, മാഡം കഴിഞ്ഞ ഒരു 7 വർഷം ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ട് ഇപ്പോഴാണ് ഈ വർഷമാണ് ഞാൻ ബ്രേക്ക് ഈവൻ ആയത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഞാൻ ശരിക്കും പറഞ്ഞാൽ സന്തോഷമുണ്ട്. കാരണം എനിക്ക് രണ്ട് ഓഫീസ് 2 സ്ഥലത്ത് എനിക്ക് തുടങ്ങാൻ പറ്റി.
ഞാൻ ആ ഹാപ്പിനെസ് കൊണ്ട് ഞാൻ പാടും. പിന്നെ മാത്രമല്ല, ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു ട്രെയിനിങ്ങിൽ അവർ പറഞ്ഞത്, നിങ്ങൾക്ക് മണി കൂടുതൽ വേണം, സന്തോഷം വരണം, നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സന്തോഷമായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സന്തോഷം കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ എന്നെ ബൂസ്റ്റ് ചെയ്യാൻ, എന്നെ എനർജറ്റിക് ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇവള് ഇങ്ങനെ തെറ്റിദ്ധരിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഇത് വലിയ പ്രശ്നത്തിലൊക്കെ ഉണ്ട്. ഒരാൾ ചിന്തിക്കുന്നത് വേറെ, വേറൊരാൾ ചിന്തിക്കുന്നത് ഇത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. പിന്നെ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഈ കമ്മൽ ഈ ചുരിദാറിന് മാച്ച് ആവോ, ഈ ചെരുപ്പ് ഇതിലിട്ടോട്ടെ, അല്ലെങ്കിൽ ഈ വൈകുന്നേരം നമുക്ക് അങ്ങനെ പോയാലോ, ആ പാർട്ടിക്ക് പോകുമ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ട്വിന്നിങ് ചെയ്യണം. ഇതൊന്നും എനിക്ക് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. ഞാനത് ഇഗ്നോർ ടു സം എക്സ്റ്റെൻറ്റ് ഞാൻ ഇഗ്നോർ ചെയ്തിട്ടുണ്ടാകാം. പെർസെപ്ഷൻ ഡിഫറൻസ്. അവർ രണ്ടുപേരും ഒരു പക്ഷേ ബോധപൂർവമല്ല, രണ്ടുപേർക്കും പറയാം. പക്ഷെ അത് വേറെ ഇഷ്യൂസിലേക്കൊന്നും പോയില്ല. അത് റിയലൈസ് ചെയ്യുന്നു, അവർ മനസ്സിലാക്കുന്നു. അവിടെ അവർക്കൊരു തേർഡ് പാർട്ടിയുടെ അടുത്ത് പോകാൻ ഒരു സ്റ്റിഗ്മ ഇല്ല. പക്ഷെ പലയിടത്തും ഒരു സ്റ്റിഗ്മ ഉണ്ട്. പുരുഷന്മാരുടെ ഇടയിൽ എന്തുകൊണ്ടാണ് ആത്മഹത്യ റേറ്റ് കൂടുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഒറ്റ കാരണമാണ്. കാരണം സോഷ്യലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് നോംസ് ഉണ്ട്. പുരുഷൻ അങ്ങനെ ചെയ്യണം, പുരുഷൻ സ്ട്രെങ്തിൻ്റെ പ്രതീകമാണ്, പുരുഷന്മാർ കരയാൻ പാടില്ല, പുരുഷന്മാരുടെ സഹായം ഹെൽപ്പ് ചെയ്യരുത്. ഒരിക്കലും ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നത് ശരിയായ കാര്യമല്ല. തനിച്ച് നേരിടേണ്ട ഒരു ഇമോഷണലി സ്ട്രോങ് ആയിരിക്കേണ്ട ഒരാളാണ് പുരുഷൻ. പക്ഷെ സത്യം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ അത്ര ഇമോഷണൽ കപ്പാസിറ്റി ഉള്ള ആളല്ല പുരുഷൻ. സ്ത്രീയുടെ അത്ര ഇമോഷണൽ മാനേജ് ചെയ്യാൻ പുരുഷന് പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് അഡിക്ഷനിലേക്ക്, സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങിലേക്കും പോകുന്നത്. സ്ത്രീക്ക് അതൊന്നും ഇല്ലാതെ തന്നെ ഇമോഷണൽ മാനേജ് ചെയ്യാൻ പറ്റും. ഇത്തരം സാഹചര്യങ്ങളൊന്നും വേണ്ട. സ്ത്രീ ഇമോഷനെ എക്സ്പ്രസ് ചെയ്യും, പുരുഷനത് സപ്രസ് ചെയ്യും. ഈ സപ്രസ് ചെയ്യുന്ന ഒരു രീതി പുരുഷന്മാരുടെ ഇടയിൽ വളരെ കൂടുതലായതുകൊണ്ടാണ് ഈ സൂയിസൈഡ് റേറ്റ് കൂടുന്നത്. അത് മാത്രമല്ല, പുരുഷന്മാർ അവർ ഈ സഡൻ മസ്കുലിൻ എനർജി സഡനായിട്ട് ഒരു റിസൾട്ട് കിട്ടുന്ന കാര്യം അപ്രോച്ച് ചെയ്യും. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം തൂങ്ങിച്ചാകുക എന്ന് പറയുന്നത് അത്ര പാടുള്ള കാര്യമില്ല. ഒരു സ്റ്റൂൾ എടുക്കുന്ന, ഒരു കയറിടുന്ന ടൈം. പക്ഷേ സ്ത്രീ പല പ്രാവശ്യവും ചിന്തിക്കും. അത്ര എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ സ്ത്രീക്ക് പറ്റില്ല. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ പോയി കയറി ചാടുക എന്ന് പറഞ്ഞാൽ പുരുഷനൊരു മസ്കുലൻ എനർജി ഉള്ളതുകൊണ്ട് വെരി ഈസി. ഒരു ട്രെയിനിൻ്റെ മുന്നിൽ വെരി ഈസി, ഒരു പോയിസൺ കിട്ടുക വെരി ഈസി. പക്ഷെ സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടുന്ന ഒരു ഡിലേ ഉണ്ട്. കിട്ടിയാൽ തന്നെ പല പ്രാവശ്യം അത് ആലോചിക്കും, കൺസിഡറിങ് സെവറൽ ഫാക്ടേഴ്സ്, എസ്പെഷ്യലി കുട്ടികളുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് പിന്നെ അറ്റംപ്റ്റ് മർഡർ നടക്കുന്നുണ്ട്, പക്ഷെ ഇവർ രക്ഷപ്പെടും. മെഡിസിന് കുറേ കഴിക്കും, പക്ഷേ കറക്റ്റ് അളവിലായിരിക്കത്തില്ല അവർ പോയിസൺ എടുക്കുന്നത്. ഭാഗ്യത്തിന് ആശുപത്രിയിലേക്ക് കൊണ്ട് എത്തിക്കുന്നു. അല്ലെങ്കിൽ ഈ ഹാങ് ചെയ്യുന്ന സമയത്ത് ഉറക്ക നിലവിളിക്കാൻ പറ്റും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നു, അവസാന നിമിഷം വേണ്ടെന്ന് വെക്കുന്നു. ഇങ്ങനെ ഈ അറ്റംപ്റ്റ് കൂടുതൽ സ്ത്രീക്കും, പക്ഷെ മരണം കൂടുതൽ, സൂയിസൈഡ് റേറ്റ് കൂടുതൽ 79%, മോർ ദാൻ ദാറ്റ്. 2023 ഒരു കണക്കാണ്. ഇപ്പോൾ അതിനേക്കാളും എത്രയോ മുകളിലായി കാണും പുരുഷന്മാർക്കാണ്. അപ്പോൾ ഈ സോഷ്യൽ സ്റ്റിഗ്മയും ഒരു സ്റ്റിഗ്മ ആൻഡ് കണ്ടീഷൻ. ഇപ്പോൾ ഒരു ലേഡി സൈക്കോളജി, അപ്പോൾ ഒരു പുരുഷൻ നോക്കുകയാണ്, ഒരു സൈക്കോളജിസ്റ്റ് ലേഡിയാണുള്ളത്, മെജോറിറ്റിയും സ്ത്രീകളാണ് സൈക്കോളജി. ഇനി എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം ഈ സ്ത്രീയുടെ മുന്നിൽ പോയിരുന്ന് പറയണം, വേണ്ട. എപ്പോഴും അവരുടെ ഈഗോ ആയിരിക്കും. അതും അവർ ഓപ്ഷൻ എടുക്കുന്നില്ല. അവിടെ പോയിരുന്ന് പറയും. ഇനി കരയാൻ, എൻ്റെ അടുത്ത് വരുന്ന പുരുഷന്മാരോടൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ദയവീത് ഒറ്റയ്ക്ക് പോയിരുന്ന് ബാത്റൂമിൽ കയറി ഷവർ തുറന്നിട്ട് ഉറക്കെ കരഞ്ഞോളൂ, ഭിത്തിയിൽ നിങ്ങൾ ഇടിച്ചോളൂ, പില്ലോയിൽ ഇടിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങളെ അഗ്രസീവ്നെസ്, നിങ്ങൾ അലറി നിലവിളിച്ചോളൂ, എന്ത് വേണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മദ്യപിക്കുന്ന ആളാണ് എന്നാൽ നിങ്ങൾ വെള്ളം അടിച്ച് ബഹളം ഉണ്ടാക്കി കരഞ്ഞോ, ഒരു ദിവസം റൂമിനെ അടച്ചിരുന്ന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുക. ഇമോഷൻസ് ഷുഡ് ബി എക്സ്പ്രസ്ഡ്. ഇമോഷൻ ഹാസ് ടു ബി എക്സ്പ്രസ്ഡ്. എക്സ്പ്രസ് ചെയ്യാത്ത എല്ലാ ഇമോഷനും, സപ്രസ് ചെയ്ത് വെക്കുന്ന എല്ലാ ഇമോഷൻ്റെയും ഔട്ട്കം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകും. നമ്മൾ അതേപോലെ തന്നെ ഈ കോൺവെർസേഷൻ അവരെങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ, അവരുടെ ഇമോഷണൽ ഏരിയയിൽ, റിലേഷൻഷിപ്പ് ഏരിയയിലെ കോൺവെർസേഷൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ, കണക്ഷൻ റീബിൽഡ് ചെയ്യാൻ സാധിക്കും. തിരിച്ചൊന്നുകൂടി ചില മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറ്റാൻ നമുക്ക് സാധിക്കും. ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്സ്. നിങ്ങളില്ലായിരുന്ന ബാക്കിയുള്ളവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും, അവരെത്രമാത്രം കഷ്ടപ്പെടും. നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മറ്റുള്ളവരല്ലേ കൂടുതൽ വേദനിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് നമുക്ക് സംസാരിക്കാൻ സ്പേസ് കിട്ടിയാൽ, അപ്പോൾ അവിടെ നിന്ന് ഐ ഡോണ്ട് മാറ്റർ എന്നുള്ളതെന്ന് തിരിച്ചു വരും.
ആ ഒരു ബിലീഫ് പതുക്കെ 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 തിരിച്ചു നഷ്ടപ്പെട്ടിട്ട് എന്താ പറയേണ്ടത് ശരിയാണ് എന്ന് ചിന്തിക്കാനുള്ളൊരു സ്പേസ് ഈ കോൺവെർസേഷൻ നടത്തും, ഈ കോൺവെർസേഷനിലൂടെ ഉണ്ടാവും. അപ്പോൾ ഈ തരത്തിൽ ഞാൻ നിങ്ങളെ കേൾക്കാൻ തയ്യാറാണ്. നിങ്ങൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ദയവ് ചെയ്ത് എൻ്റെ ലൈഫിൽ ഒരുപാട് ഇപ്പം നമുക്കറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് പറയാം, എനിക്കൊരുപാട് റോൾ മോഡലായിട്ടുള്ള ഒരാളാണ് താങ്കൾ. പല സന്ദർഭങ്ങളിലും സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന രീതി എന്നെ അമേസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതൊരു ഹോപ്പാണ്. അപ്പോൾ ഞാൻ എന്തോണം അവരുടെ സെൽഫ് റെസ്പെക്റ്റിന് ഒരു വാല്യൂ കൊടുക്കുകയാണ് നമ്മൾ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാനിങ്ങനെ ഓർത്തെടുക്കുമ്പോൾ ഇങ്ങനെ കോൺവെർസേഷൻ കൊണ്ടുവന്നാൽ തന്നെ വളരെ വ്യത്യാസം. ഈ ഒരു നമ്മുടെ ഒരു ക്ലയൻറ്റാണ്. ഏതെങ്കിലും ഒരു ഇത്രയും കാലം നിങ്ങൾ ഈ ബിസിനസ്സും അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് മനോഹരമായി കൊണ്ടുപോയി ഇത് ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് ബിൽഡ് ചെയ്തു. അതിന് എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. അവരുടെ സെൽഫ് റെസ്പെക്റ്റ് അവർ ഒരു നിമിഷം ഇത്രയൊക്കെ എനിക്ക് ചെയ്തു അല്ലെങ്കിൽ ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള ലെവലിലേക്ക് ഈ കോൺവെർസേഷൻ കൊണ്ടെത്തിക്കും. സോ അവരുടെ ഒരു സേഫ് റിലേഷൻഷിപ്പ് ഏതൊരു വ്യക്തിക്കും ആവശ്യമാണ്. ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യണം. ഏതൊരു വ്യക്തി എല്ലാം തുറന്നു പറയാനുള്ള ഒരു നല്ല സൗഹൃദം, ഒരു നല്ലൊരു ഇടം, ഒരു മെൻറ്ററാകാം, ഒരു ഫ്രണ്ടാകാം. അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളെങ്കിലും ഉണ്ടാകണം, ഒരാളെങ്കിലും. അപ്പോൾ ആ ഒരു ഡോറ് നമുക്ക് അവിടെ ഉണ്ട്. എനിക്ക് എന്തുണ്ടെങ്കിലും എനിക്ക് അവിടെ പറയാൻ പറ്റും. ഇപ്പം നല്ല ഫ്രണ്ട്സ് ഇല്ല, എൻ്റെ ഫ്രണ്ട്സ് ആരും അത് ശരിയല്ല, അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുറത്തു പോയി പറയും. കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യില്ല, അവിടെ പറയരുത് വേറെ ആരെങ്കിലും. അപ്പം എനിക്ക് എൻ്റെ എത്രയോ ക്ലയൻറ്റുമാരുടെ അവരുടെ ലൈഫിൻ്റെ സീക്രട്ട് ഞാൻ സൂക്ഷിക്കുന്നുണ്ടെന്നറിയാമോ? കാരണം അവരിങ്ങനെ വന്ന് പറയും, മേഡം എനിക്ക് വേറെ ആരോടും പറയാൻ പറ്റില്ല, ധൈര്യമായിട്ട് പറഞ്ഞു, ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സാധനം എല്ലാം കൂടെ എടുത്തു വെച്ച് ക്യാരി ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് അവരാളെ എളുപ്പം. ഒരിക്കലും ഇല്ല. ഞാൻ ആ മൊമെൻറ്റിൽ അതിനെ എൻ്റെ മനസ്സിൻ്റെ ഏതോ ഒരു രഹസ്യ അറിയിൽ ഞാനങ്ങ് അടച്ചു. ഞാൻ തിരിച്ച് റിട്രൈവ് ചെയ്ത് പോലും ഇല്ല. ഞാൻ ആ വ്യക്തിയെ കണ്ടാലും, കാരണം ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട് തന്നെ. പക്ഷെ ഞാൻ കൊടുക്കുന്ന ഒരു കോൺഫിഡൻഷ്യാലിറ്റി, ഒരു ട്രസ്റ്റും അങ്ങനെ നമുക്ക് കൊടുക്കാൻ നമുക്ക് ആരെങ്കിലും വേണം. നമ്മൾ മറ്റുള്ള ഒരാളുടെ ഒരു ക്ലോസ് ലിസണർ. എനിക്കിവിടെ ചെന്ന് പറയാൻ പറ്റും. എനിക്കിവിടെ ഒരു ഓണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ഒറ്റപ്പെടുന്നില്ല എന്ന് എനിക്കൊരു ഫീലിംഗ് കിട്ടുന്നൊരു സ്ഥലമുണ്ട്. എനിക്കൊരു സേഫ് സ്പേസ് ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉള്ളവർ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് പിന്നെ വേറെ പല ഘടകങ്ങളുണ്ട്. ഈ മലപ്പുറത്ത് ആത്മഹത്യ കുറവ്. എല്ലാവരും പറയും മതം അത്രയും ഇസ്ലാം റിലീജിയൻ സൂയിസൈഡിന് എഗെയിൻസ്റ്റ് ആണ്. അത് മതത്തെ ഭയം കൊണ്ടും. അത് മാത്രമല്ല, വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട് അവിടെ എല്ലാവരും. ആ ഒറ്റ കാരണമാണ്, വളരെ ക്ലോസ് റിലേഷൻഷിപ്പാണ്. അവർക്കറിയാം ഒരാളുടെ കുറിച്ച് അറിയാം. ഒരാളുടെ മുഖം വാടിയിരുന്നാൽ എന്താണെന്ന് അറിയാം. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൽ പോയിട്ട് ഞാൻ അതിശയിച്ചവരുണ്ട്. അയ്യോ ഇപ്പൊ വരുന്നതേ ഉള്ളൂ, അവരുടെ ഒരു ഭാഷയുണ്ട്, ഇവിടെ ഇരിക്കുക, വേറെ അവരുടേതായ ഒരു ലാംഗ്വേജ് ഉണ്ട്, വാ ഇരിക്കുക. അപ്പൊ ഞാൻ വരയ്ക്കും ഇവരെന്നോ എന്നെ കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ അമ്പരപ്പെട്ട് നോക്കും, അവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, എനിക്കവരെ അറിയില്ലല്ലോ. ഇരിക്കും. എന്നിട്ട് പിന്നെ അവിടുത്തെ സ്വീറ്റ് തരും, ടേസ്റ്റി ഫുഡ് കൊണ്ട് തരും. ഇതിന് ഇത്രയും കഴിച്ചോളൂ, കുറച്ചുകൂടെ കഴിക്കുക. പിന്നെ അവർ ചായ കുടിക്കാനുള്ള സാധനം തരും. എന്നിട്ട് കുറേ കാര്യങ്ങൾ, എത്രയോ ജന്മാന്തരങ്ങൾ കൊണ്ട് ഞാനും അവരും വളരെ ക്ലോസ് റിലേഷൻഷിപ്പാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ, അവരുടെ മക്കളുടെ കാര്യവും അവരുടെ ഹസ്ബൻഡിൻ്റെ കാര്യം, അവർ ഫിഷ് പിടിച്ച കാര്യം, ബീച്ചിൽ പോയ കാര്യം, കുറേ കാര്യങ്ങൾ ആ സമയത്തുള്ളിൽ പറയും. അപ്പം ഞാനും കൂടെ വരുന്നവരും ചിലപ്പോൾ എഴുന്നേറ്റുണ്ടാവും, പോവേണ്ട, വളരെ സന്തോഷം, നന്നായിരിക്കട്ടെ എന്നൊരു ചിലപ്പോൾ ഒരു ഉണക്കമീനെങ്കിലും, അവിടെ വളരെ പ്രധാന ഉണക്കമീൻ, അത് പൊതിഞ്ഞതിൻ്റെ കയ്യിൽ തരും. ഞാൻ ആലോചിക്കുക, ഞാൻ ഓരോ വീട്ടിൽ അവരെന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഗവൺമെൻറ് ഗസ്റ്റായിട്ട് പോയതാണ്. അപ്പോൾ ഓരോ വീടും ഞാൻ ഇറങ്ങുമ്പോൾ ഇതൊക്കെ എനിക്ക് കഥയാക്കണം, ഇതെല്ലാം എൻ്റെ ബുക്കിൽ എഴുതണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇതുവരെ അത് എഴുതി നടന്നിട്ടില്ല. ഇത് സ്കൂബ ഡൈവിങ്ങിന് പോയത്, അവിടെ അവരെന്നെ കൊണ്ടുപോയത്, ആ ഒരു പ്രാക്ടീസ്, എൻ്റെ കൂടെ വന്നത് എന്നെക്കാൾ എത്രയോ പ്രായമുള്ള ഒരു സ്ത്രീ എൻ്റെ കൂടെ പ്രാക്ടീസിനെ കൂട്ടുവന്നത് 3-4 മണിക്കൂർ വെയിൽ കൊണ്ടത്, കറുത്തിൻ്റെ സ്കിന്നെല്ലാം കറുകറ ആയത്. ഒരുപാട് അനുഭവങ്ങൾ. ഞാൻ ആലോചിക്കുന്നു, അവിടെ ആത്മഹത്യ റേറ്റ് വളരെ കുറവായിരുന്നു നേരത്തെ, പക്ഷേ ഇപ്പം റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ധാരാളമുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രം അവിടെയും ആത്മഹത്യയുണ്ട്. പക്ഷേ ഈ തുറന്ന് സംസാരിക്കുന്നിടത്ത് ആത്മഹത്യകൾ വളരെ കുറവാണ്. സംസാരിക്കാനുള്ളൊരു സ്പേസ് ഉള്ളിടത്ത് ഇത്തരം കാര്യങ്ങൾ കുറവാണ്. ഈ കോൺവെർസേഷൻ
നമ്മളെ നമുക്കിപ്പോൾ അടുത്തൊരു ഏറ്റവും ക്രൂഷ്യൽ ഒരു ഏരിയയാണ് ഫിനാൻഷ്യൽ ഏരിയ. ആ ഫിനാൻഷ്യൽ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പെടാതെ പോകാൻ പറ്റില്ല. ഫിനാൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഫെയിലിയർ ആയിട്ട് ആളുകൾ എടുക്കും. അതാണ് പ്രശ്നം. ഫിനാൻഷ്യൽ സ്ട്രെസ് ബിക്കം അവർ പേഴ്സണൽ ഫെയിലിയർ. ആളുകൾ എടുക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ വരുമ്പോൾ കടം കയറുന്നത് പേഴ്സണൽ ഫെയിലിയർ ആയിട്ട് എടുക്കും. ഇപ്പം ഇപ്പോൾ ഈ റെയ്ഡ് തന്നെ, റെയ്ഡിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നു. ഇതൊരു സിസ്റ്റത്തിന്റെ പാർട്ടാണെന്ന് ചിന്തിക്കാനുള്ള ഒരു 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 മൊമെന്റ് കിട്ടിയിരുന്നെങ്കിൽ എത്രയോ വലിയ വലിയ ആൾക്കാരെന്നും ജീവിച്ചേനെ. അതൊരു പേഴ്സണൽ ഫെയിലുവർ അല്ല, അത് സിസ്റ്റമാണ് ഇവിടെ. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഷെയിം പ്രിവെൻസ് ആസ്കിങ് ഫോർ ഹെൽപ്പ്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഷെയിം എന്ന് പറയുന്ന ഇമോഷനിലേക്ക് താഴെ പോകും. അവിടെ ഹെൽപ്പ് നമ്മൾ ചോദിക്കില്ല. ഒരു ഹെൽപ്പ് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. പിന്നെ അത് പേഴ്സണൽ ഫെയിലിയറായി ഷെയിമിലേക്ക് പോയി നമ്മൾ ഹെൽപ്പ് ചോദിക്കത്തില്ല. അതാണ് രണ്ടാമത്തെ റീസൺ, ഫിനാൻഷ്യലി. ദെൻ ഫിയർ ഓഫ് ഫ്യൂച്ചർ, അത് നമ്മൾ ഓവർവീംഡ് ആക്കും. ഇത് മൂന്നും കൂടെ കയറി വരും, നമ്മൾ തകർന്നു പോകും. ഇങ്ങനെയാണ് ഫിനാൻഷ്യൽ ഇഷ്യൂ വരുമ്പോൾ ആത്മഹത്യയിലേക്ക് പോകുന്നത്. ഇവിടെ നമ്മളുടെ കോൺവെർസേഷൻ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ, മണി പ്രോബ്ലത്തെയും സെൽഫ് വർത്തിനെയും ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ അവരുടെ അടുത്ത് പറയാം. ഇതൊരു മണി പ്രോബ്ലമാണ്, നിന്റെ പേഴ്സണൽ പ്രോബ്ലം അല്ല, നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലം അല്ല. നിങ്ങൾ ഇത്രയും ചെയ്യാതിരിക്കുന്ന ഒരാൾ ബിസിനസ് ചെയ്യാതിരുന്നു, അല്ലെങ്കിൽ ഒരാൾ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാതിരുന്നു, അയാൾ ചെയ്യാതിരുന്നതിനേക്കാൾ എത്രയോ വലിയ കാര്യമാണ് നിങ്ങളിത് ബിൽഡ് ചെയ്തു. നിങ്ങൾ ആക്ഷൻ എടുത്ത വ്യക്തിയാണ്. അപ്പൊ ഇത് നിങ്ങളുടെ പേഴ്സണൽ ഫെയിലുവർ അല്ല. ഇത് രണ്ടും രണ്ടാക്കി കാണിച്ചു കൊടുക്കണം. പ്രാക്ടിക്കൽ ഓപ്ഷൻസ് അവിടെ ഉണ്ട്, അത് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ നമുക്ക് അവരുടെ അടുത്ത് കോൺവെർസേഷനിലൂടെ ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഷെയിം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അവരുടെ പ്രോബ്ലത്തെ എങ്ങനെ സോൾവ് ചെയ്ത് കൊടുക്കാന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ ഒരു പക്ഷേ നമുക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ പറ്റുന്ന എക്സ്പേർട്ടിനെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ കോൺവെർസേഷനിലൂടെ. ഈ മണിയുടെ പ്രശ്നം എല്ലാവരെയും ഒരേപോലെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല. പക്ഷെ നമ്മളുടെ വാല്യൂ, ഒരു മനുഷ്യന്റെ വാല്യൂ ഒരിക്കലും മണി വെച്ചല്ല ഡിഫൈൻ ചെയ്യുന്നത്. മണിയിൽ ഫെയിലിയർ വന്നാലും അവിടെ മനുഷ്യന്റെ വാല്യൂ കുറയുന്നില്ല. അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾക്ക് അവരെ കൊണ്ടുവരാൻ പറ്റും ത്രൂ ദിസ് കോൺവെർസേഷൻ. അവരുടെ ഫിനാൻഷ്യൽ സ്ട്രെസ്സിനെ നോർമലൈസ് ചെയ്തുകൊണ്ട്, അവരുടെ നേരത്തെയുള്ള കോൺവെർസേഷൻസ്, അവരുടെ നേരത്തെ അവർ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിനെ പറഞ്ഞുകൊണ്ട് ആ കോൺഫിഡൻസ് റീബിൽഡ് ചെയ്തുകൊണ്ട് കറക്റ്റ് ഗൈഡൻസും വിത്തൗട്ട് ജഡ്ജ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരവരുടെ ആ ഒരു ഏരിയയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത വരുന്ന സോഷ്യൽ ഏരിയയാണ്. നമ്മൾ പറയില്ലേ, പിന്നെ ഞാൻ കടന്നുപോയ വഴികൾ ഈ ലോകത്ത് ആർക്കും അറിയില്ല. ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ കടന്നു വന്ന വഴികൾ ആർക്കും അറിയില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് അവരെത്തുന്നത് അവർ ഈ സൊസൈറ്റിയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നത് കൊണ്ടാണ്. ആരുമായിട്ട് ഫീലിംഗ് ഇൻവിസിബിൾ ആണ് അവർ ആഗ്രഹിക്കുന്നത്. എനിക്ക് ആരെയും കാണേണ്ട, കേൾക്കേണ്ട, ഒരു വ്യക്തിയുമായിട്ട് എനിക്ക് ഈ ഒരു കോൺവെർസേഷൻ സംസാരിക്കേണ്ട കാര്യമില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് അവർ തന്നെ വിഡ്രോ ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് സോഷ്യൽ റീസൺ കൊണ്ട്. സോഷ്യൽ ആരുമായിട്ടും കണക്ട് ചെയ്യാതെ ഒറ്റപ്പെട്ട് കൊണ്ടിരുന്നു കൊണ്ട് ഒരു ദിവസം കംപ്ലീറ്റ് ഹോപ്പ്ലെസ്നെസ്സിലേക്ക് വന്നിട്ട് തിരിച്ചു പോകുന്നൊരവസ്ഥ. അപ്പോൾ ഒരു സോഷ്യൽ കണക്ഷൻ തിരിച്ചു കൊണ്ടുവരുത്താൻ നമുക്ക് പറ്റിയാൽ, ഏതെങ്കിലും ഒരു നല്ല ഗ്രൂപ്പിലേക്ക് അവരെ ഒന്ന് കൊണ്ടുവരാൻ പറ്റിയാൽ, ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയാൽ, അവരുടെ ബിലോങ്ങിങ് സെൻസിനെ റീബിൽഡ് ചെയ്യാൻ പറ്റിയാൽ, അവരുടെ വാല്യൂ, ഒരു കമ്മ്യൂണിറ്റിയുടെ വാല്യൂ, ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ റീഇൻഫോഴ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അവർ തിരിച്ചു വരും. ആ ഒരു ആക്ഷൻ നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ഒറ്റപ്പെട്ട് നമ്മുടെ മുന്നിലൊക്കെ, നമ്മുടെ ഏരിയയിലൊക്കെ ആരെങ്കിലും ഉണ്ട്, ആരും ശ്രദ്ധിക്കപ്പെടാതെ, ആരാലും കേൾക്കാൻ ആരുമില്ലാതെ, ആരാലും കാണാൻ ഇൻവിസിബിൾ ആയിട്ടൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഒരുപക്ഷെ നമ്മുടെ ഒരു കൂട്ടം ഉണ്ടാവും ചുറ്റും. പക്ഷെ ആ ഒരു കൂട്ടത്തിലും അവർ ഒറ്റപ്പെട്ടതായിരിക്കും. അവിടെയും നമുക്ക് ചെന്ന് പറയാൻ പറ്റണം, യു ആർ നോട്ട് എലോൺ ഇൻ ദിസ് എന്ന് പറയാൻ പറ്റണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. അവിടെ പേഴ്സണൽ സപ്പോർട്ട് കൊടുക്കാം, ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, ഒരു ഇമോഷണൽ പ്രസൻസ് കൊടുക്കാം, പ്രാക്ടിക്കൽ ഹെൽപ്പ് കൊടുക്കാം, കമ്മ്യൂണിറ്റിയിൽ ഒരു സ്പേസ് കൊടുക്കാം. ഇങ്ങനെയുള്ള എല്ലാ രീതിയിലും കൊണ്ട് നമുക്ക് ചേർത്ത് വേണമെങ്കിൽ കെയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള ഏരിയ ഉണ്ട്, പക്ഷേ നമുക്ക് ഇത് എടുക്കാൻ സമയമില്ല.
ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു മണിക്ക് കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും പല സ്ഥലത്തേക്കും പോകേണ്ടതുണ്ടാകും. അപ്പോൾ ഒരു ലോങ് കോൺവെർസേഷന് സമയമില്ലാത്തതുകൊണ്ടാണ്. കേരളത്തിൽ തന്നെ ഈ സൂയിസൈഡ് പ്രിവെൻഷൻ സെല്ലുകളുണ്ട്, ഇന്ത്യയിലും ഉണ്ട്. അപ്പോൾ ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ നമ്പറുകൾ കിട്ടും. നമ്മളോട് പറയാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ ആ നമ്പർ നമ്മൾക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കും. എന്നോടത്ത് ഇപ്പം എന്നെ നിങ്ങൾക്ക് അറിയാൻ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാം. നമുക്ക് ഡ്രീം സെല്ലർ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയുണ്ട്. ഡ്രീം സെല്ലർ. ആ മൂവിയിൽ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഒരാള് ഒരു വലിയ കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് ചാടി മരിക്കാൻ പോവാണ്. അൺഫോർച്യുനേറ്റ്ലി ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടാൻ പോകുന്ന ആള് ഒരു സൈക്കോളജിസ്റ്റ് ആണ്. പലരുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് കൊടുത്ത ഒരു സൈക്കോളജിസ്റ്റ് വലിയ കെട്ടിടത്തിന്റെ മുകളിൽ കയറി ചാടാൻ പോവാണ്. അപ്പോൾ അയാൾ ചാടി മരിക്കാൻ അപ്പോൾ ഒരു സാധാരണക്കാരൻ മുകളിലേക്ക് ഓടി കയറിയിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇത്രയും കാലം നിങ്ങൾ എത്രയോ പേരെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതാണ്. എത്രയോ പേരെ നിങ്ങൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത്? അപ്പൊ ഈ സൈക്കോളജിസ്റ്റ് തിരിച്ചു ചോദിക്കുന്നത്, നിനക്ക് വേറെ വേലയൊന്നുമില്ലേ? ഞാൻ എനിക്ക് ജീവിതം മടുത്ത് ഞാൻ മരിക്കാൻ പോവുകയാണ്, നീ എന്ത് ചെയ്യാനാണ് ശ്രമിക്കുന്നത്? അപ്പം വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു സാധാരണക്കാരനായ ആ വ്യക്തി പറയണം, നീ നിന്റെ ജീവിതം ഫുൾ സ്റ്റോപ്പ് ഇടാൻ നോക്കും, പക്ഷെ ഞാൻ അവിടെ ഒരു കോമ ഇടാൻ ശ്രമിച്ചതാണ്. ഈ സാധാരണക്കാരൻ ഈ സൈക്കോളജിസ്റ്റിന് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. നമുക്ക് എത്ര പേരുടെ ലൈഫിൽ കോമ ഇട്ട് കൊടുക്കാൻ പറ്റും? തിങ്ക് യുവർ സെൽഫ്. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളുടെ ലൈഫിലെങ്കിലും ഒരു കുത്തിടാൻ പോകുന്നിടത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കോമ ഇട്ട് കൊടുക്കാൻ പറ്റിയ നമ്മുടെ ലൈഫ് വളരെ ധന്യമാണ്. പിന്നെ എപ്പോഴെങ്കിലും അവർ ചിന്തിക്കും, ആ വ്യക്തി അന്ന് എൻ്റെ ലൈഫിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ എവിടെ നിൽക്കുമായിരുന്നു. നിങ്ങള് റൊണാൾഡോയെ അറിയാം അല്ലേ? എത്ര പേർക്ക് അറിയാം റൊണാൾഡോയെ? മാഞ്ചസ്റ്റർ ലിവർപൂളും തങ്ങളുള്ള മത്സരം. മാഞ്ചസ്റ്റർ ലിവർപൂൾ രണ്ടും ഭയങ്കര കടുത്ത മത്സരം നടത്തുന്ന ടീമാണ്. അപ്പം റൊണാൾഡോയ്ക്ക് വൈഫ് പ്രസവിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. റൊണാൾഡോയുടെ നമ്പർ 7 ആണ്. അപ്പൊ മാഞ്ചസ്റ്ററിന്റെ ഇതില് ഈ 2 മത്സരം നടക്കാൻ ലിവർപൂളുകാര് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു അവിടെ പോയിട്ട് ഇദ്ദേഹം സൂപ്പർ ഗോൾ അടിക്കും, സക്സസ് ആകും. അപ്പൊ ഇന്നറിൽ 2 കുട്ടികളുടെ ട്വിൻസ് ആണെന്ന് അവർക്ക് അറിയായിരുന്നു. ഇത് ഫോട്ടോ പതിച്ച ടീഷർട്ട് അകത്തിട്ടിട്ട് അവിടെ നിന്ന് ജയിക്കുമ്പോൾ ഇങ്ങനെ വിരിച്ചു കാട്ടിയിട്ട് പറയണം, ദിസ് ഈസ് ഫോർ യു മൈ കിഡ്സ് എന്ന് വിളിച്ചു പോകണം എന്നുള്ള ആ ഒരു ഡ്രീം കണ്ടുകൊണ്ട് ഇദ്ദേഹം അതിനുവേണ്ടി എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പക്ഷേ അതിന് 2-3 ദിവസം മുമ്പ് വൈഫ് പ്രസവിക്കുന്നു. അതിൽ ഒരു കുഞ്ഞു മരിക്കുന്നു. റൊണാൾഡോയ്ക്ക് ഇത് താങ്ങാൻ പറ്റിയില്ല. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയും? ഒരാൾ പുറത്തു പോയി അകത്ത് കയറ്റിട്ടെ. അപ്പം അദ്ദേഹം റൊണാൾഡോ ഇല്ലാതെ ആ ഒരു ഗെയിം അവിടെ നടക്കുകയാണ്, കളി അവിടെ നടക്കുകയാണ്. ലിവർപൂളുകാർക്ക് ഇത് മനസ്സിലായി. കളി തുടങ്ങിയ 7ാമത്തെ മിനിറ്റ് ലിവർപൂളിലുള്ള എല്ലാ ടീം മെമ്പേഴ്സും ഒരു പ്ലേ കാർഡ് ഇങ്ങനെ ഉയർത്തി കാണിച്ചോട്ട് വിളിച്ചു പോവുകയാണ്. എതിരാളികളാണെന്ന് ഓർക്കണം, അത്രയും അമർഷമുള്ള എതിരാളികൾ, ഭയങ്കര അഗ്രസീവാണ്. വിളിച്ചു, യു വിൽ നെവർ എലോൺ, യു വിൽ നെവർ എലോൺ, വി ആർ ഹിയർ, ദിസ് ഈസ് എ റിയൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ലോകം മുഴുവൻ ഇത് വളരെ വാഴ്ത്തപ്പെട്ടൊരു കാര്യം. യു വിൽ നെവർ എലോൺ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, യു വിൽ നെവർ എലോൺ. അപ്പൊ പിറ്റേ ദിവസം അടുത്ത ദിവസം റൊണാൾഡോ എഴുതി വെച്ച്, സ്പോർട്സ് ക്യാൻ യുണൈറ്റ് പീപ്പിൾ. അതുവരെയുള്ള അഗ്രസീവ്നെസ്സും അമർഷവും ദിസ് ഈസ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പുറത്ത് നിൽക്കുന്ന ആ ഗെയിമിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തനായ എതിരാളിക്ക് വേണ്ടി ആ 7ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന്റെ നമ്പർ 7 ആയതുകൊണ്ട് ഇങ്ങനെ ഉയർത്തി കാണിച്ച എൻറ്റയർ ടീമും കാണിക്കുക എന്ന് പറയുന്നത് ദിസ് ഈസ് ദ സ്പിരിറ്റ്. ആ സ്പിരിറ്റ് നമുക്കുണ്ടെങ്കിൽ നമുക്കും പറയാം, യു ആർ നോട്ട് അലോൺ. കാണുന്നിടത്തൊക്കെ പറയാം, നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം, നമുക്കും അവരെ നമ്മളെ കൂടെ ചേർത്ത് നിർത്താം, നമുക്കും ഒരു കോമ ഇട്ട് കൊടുക്കാം. അതിനെല്ലാവർക്കും കഴിയട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ഇനി കെയർ എന്നുള്ള ഏരിയ
ലെങ്തി, അതൊരു ഹാഫ് ആൻ അവർ എടുത്താലേ അത് കംപ്ലീറ്റ് എനിക്ക് തീർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാണ്. നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സോ വാല്യൂ യുവർ ലൈഫ്, വാല്യൂ യുവർ ലൈഫ്, വാല്യൂ അതേഴ്സ് ലൈഫ്. താങ്ക് യു സോ മച്ച്. മാമിന് ക്ലാസ് ഉണ്ടോ ഇനി? നെക്സ്റ്റ് ക്ലാസ് ഉണ്ടോ മാമിന്? ഉടനെ ഒരു മീറ്റിംഗ് ഉണ്ട്. കുഴപ്പം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. എന്താ Thank you, രാജി ma'am. ചോദിച്ചത്? Thank ഇല്ല, you. എല്ലാരും ഇങ്ങനെ ഒരു ടോപ്പിക്ക് കേട്ടിട്ടല്ലേ പോയപ്പോ ഒന്ന് റിലാക്സ് ആയിട്ട് പോയാലോ ചോദിച്ചതാ. ഒത്തിരി നേരം നമുക്ക് സംസാരിച്ചിട്ട് പോവാം, കുഴപ്പമില്ല. ഇതിനകത്ത് മാം സ്പിരിച്വാലിറ്റി ഇതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ലേ? ഇപ്പം ദൈവം തന്നിട്ടുള്ള ജീവൻ നമുക്ക് എടുക്കാനുള്ള അവകാശം ഇല്ല എന്നുള്ള ഒരു സ്ട്രോങ് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാനുള്ള സാധ്യത കുറയില്ലേ? സ്ട്രോയിൽ നമ്മൾ നിൽക്കുമ്പോൾ അതൊന്നും നമുക്ക് വരത്തില്ല. സ്ട്രോങ് നമ്മുടെ ഫെയ്ത്ത് വരില്ല. ഒന്നും വരത്തില്ല. അവിടെ നമുക്ക് മാം എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കൂൾ ലെവലിലേ സ്റ്റാർട്ട് ചെയ്തൂടെ? എന്തെങ്കിലും ഒരു ഉറപ്പായിട്ടും. കാരണം സിലബസ് സ്പിരിച്വാലിറ്റി ഒരു വലിയ കാര്യമാണ് ഈ പറഞ്ഞത്. സ്പിരിച്വൽ അതിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതിനുള്ള എന്തെങ്കിലും ചെയ്ത് തുടങ്ങണം അല്ലേ? സ്കൂൾ ലെവൽ തീർച്ചയായിട്ടും സ്പിരിച്വൽ കോഷ്യന്റ്. ഞാൻ പ്രേരണ ലൈഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന എൻ്റെ ജീവൻ എന്ന് പറയുന്നത്, അതിന് ഞാൻ ഒരു വേർഡ് പകരം വെക്കാണ്ടോന്ന് വിഷയമില്ല. ആ ഒരു ഫൗണ്ടേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടനെ അറിയും. അതിൻ്റെ പേരിൽ ഇതൊക്കെ തന്നെയാണുള്ളത്. ഒരുപാട് പേർക്ക് ജീവിക്കാനുള്ള പ്രേരണ കൊടുക്കുന്ന. കൊടുക്കണം. അതെ അതെ, ആവശ്യമാണത്. നമുക്ക് എല്ലാവരും ചേർന്ന് അതിനുള്ള സ്റ്റെപ്സ് നമുക്ക് എടുക്കണം അതിൻ്റെ മാം. കൂടെ എൻ്റെ കൂടെയുള്ള എൻ്റെ ലൈഫ് കോച്ചുമാർ തന്നെയാണ്. എൻ്റെ ഇതുവരെയുള്ള കഴിഞ്ഞ പ്രാവശ്യം ഇതുവരെ പഠിച്ചിട്ടുള്ള ലൈഫ് കോച്ചുമാർ ആണ് അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഉടനെ അറിയിക്കുന്നതായിരിക്കും. നമുക്ക് ഞങ്ങളെയും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കും മാം. ഉറപ്പായിട്ടും അത് അനൗൺസ് ചെയ്തിട്ടില്ല. ഫെബ്രുവരി 15 ദുബായിൽ അത് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും നമ്മളെല്ലാവരും ഉണ്ടാവും. നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ വേണ്ടി ചെയ്യാം. കാര്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ചെയ്തു കൊടുക്കണം. ഉറപ്പായിട്ടും. കാരണം നമുക്ക് നമ്മുടെ ലൈഫ് മാത്രം നന്നാക്കി എൻ്റെ വീട്, എൻ്റെ കട്ടില്, എൻ്റെ മേശ, എൻ്റെ കാറ് അല്ല. ഞാൻ മാമിനോടൊരു കാര്യം പറയട്ടെ. അപ്പൊ കഴിഞ്ഞ ഒരു ദിവസം ഒരു ഫാമിലി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വന്നപ്പോ അതിലൊരു മോളുണ്ടായിരുന്നു, അഡോളസൻസ് ഏജിൽ പഠിക്കുന്നേ, അല്ല അഡോളസൻസ് സ്റ്റേജിലൂടെ കടന്നു വന്ന പോളാണ് 9th സ്റ്റാൻഡേർഡില്. അപ്പൊ മോളെ കണ്ടപ്പോൾ ഫേസ് എന്തോ ഒരു ഡള്ളായിട്ടിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ മോളെ? അപ്പൊ കണ്ണൊക്കെ വല്ലാതിരുന്നു. അപ്പൊ പേരൻസും ഉണ്ടായിരുന്നു. ഇല്ല ആൻറ്റി എന്ന് പറയുമ്പോഴും ഈ കുട്ടിയുടെ കണ്ണിലൂടെ ഇങ്ങനെ കണ്ണുനീര് വരിക. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ മോളിങ്ങനെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് ലാപ്ടോപ്പിന്റെ കുറച്ച് ബേസിക്സ് ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച് എൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ പാരൻസ് പുറത്തേക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ക്ലാസ് ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ കാര്യം എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ആൻറ്റിയോട്? അപ്പൊ ചോദിച്ച് ഇല്ല ആൻറ്റി എന്ന് പറയും തോറും അത് വീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ണുനീര്. അപ്പൊ ഞാൻ ടിഷ്യൂ എടുത്തു കൊടുത്ത് ഞാൻ പറഞ്ഞു, ഓക്കെ മോളെ റിലീസ് ചെയ്തോ, കുഴപ്പമില്ല റിലീസ് ചെയ്തോ എന്ന് വെച്ച് ചേർത്ത് പിടിച്ചു. ഒരു 1 hour എൻ്റെ അടുത്ത് ഇരുന്നു, ഇതൊക്കെ ശരിയാക്കിയൊക്കെ തന്നു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, മോൾക്ക് ആൻറ്റി ഒരു ക്ലാസ് എടുക്കാം കേട്ടോ, മോള് സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് മൺഡേ 3 o'clock റെഡി ആയിക്കോ, എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോൾ പറഞ്ഞു ആൻറ്റിയോട്? ഇല്ല ആൻറ്റി വീണ്ടും വീണ്ടും അത് കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വോയിസ് ഒന്നും വരുന്നില്ല. ലാസ്റ്റ് അത് ചോദിച്ചപ്പോൾ അത് പറഞ്ഞത് പേരൻസ് കുറച്ച് വഴക്ക് പറയുന്നുണ്ട്. എന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന് ഞാൻ ചോദിച്ചത്, ഇത് എന്നാ നമുക്ക് തുടങ്ങി ഇങ്ങനെ കരയാൻ പറ്റും? അപ്പം പറഞ്ഞു ജനുവരി 3-ാം തീയതി മുതൽ തുടങ്ങിയതാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോളുടെ വിഷമങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഡസ്റ്റ്ബിനിൽ ഒന്ന് കൊണ്ടിടും, അപ്പൊ ആൻറ്റിയോട് പറയാൻ പറ്റിയെന്നില്ലെങ്കിൽ. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആൻറ്റി മോളോടൊപ്പം എപ്പോഴും ഉണ്ടാവും, മോള് ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു 10 minutes ആൻറ്റിക്ക് തരൂ, നമുക്ക് സംസാരിക്കാം. മോളുടെ പോർഷൻസിന് എന്തെങ്കിലും സ്കൂളിലെ എന്തെങ്കിലും ഇഷ്യൂസ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, വീട്ടിൽ കുറച്ച് മക്കൾ കൂടുതലുണ്ട് വീട്ടില്, അപ്പൊ മറ്റു മക്കൾ ബോയ്സാ, അപ്പൊ മോളെ റെസ്ട്രിക്ട് ചെയ്യുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു നമുക്കത് ശരിയാക്കാം കേട്ടോ എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പൊ എല്ലാ ദിവസവും ഇനി 3 o'clock ഒരു 10 minutes 15 minutes ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു മാം. ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. മാം അന്ന് പറഞ്ഞില്ലേ ക്ലാസ്സിൽ. വളരെ സന്തോഷം രാജി. നമ്മുടെ ഈ കോൺവെർസേഷൻസ് ഒരാൾക്ക് ഹോപ്പ് കൊടുക്കും. ഈ പറഞ്ഞ പോലെ ഒരു കൊമ്പനാണ് അവിടെ ഇടുന്നത് ലൈഫിന് മുന്നോട്ട് അതെ പോകും. മാം.
അതന്നെ. പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യണം. നമ്മൾ പ്രേരണ ലൈഫ് ഫൗണ്ടേഷനും ചെയ്യുന്നത് നമുക്കറിയാം. എന്തെങ്കിലുമൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ പരസ്പരം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. ആ ഫൗണ്ടേഷന്റെ പേരിൽ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നല്ല ഇപ്പോൾ ഇത് സൂയിസൈഡ് പ്രിവെൻഷൻ മാത്രമല്ല, ഇപ്പം ജീവിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാൻ ആശയില്ലാത്തവർക്ക് നമ്മൾ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നിറച്ചു കൊടുക്കും, ജീവിതത്തിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കി കൊടുക്കും. തീർച്ചയായിട്ടും. അങ്ങനെ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. Yes, ma'am. തിരിച്ചു വരിക, എല്ലാവരും തിരിച്ചു വരിക. ചിയറപ്പ് ചിയറപ്പ്. ഒരു തമാശ പറഞ്ഞുകൊണ്ട് മാം ഒരു പാട്ട് ഇട്, നമുക്ക് ഡാൻസ് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് ഇവിടുത്തെ സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ മാം സ്ട്രെസ്സോടുകൂടി പോകാൻ പാടില്ല, നല്ല ഇല്ല, ഇല്ല, എനർജിയാണ്, നല്ല എനിക്ക് സ്ട്രെസ് മാം ഇല്ല. കാരണം മാം പുതിയൊരു ഇനിഷ്യേറ്റീവ് പറ്റി പറഞ്ഞല്ലോ. അപ്പൊ യെസ് ശരിക്കും നമുക്ക് പണ്ടുണ്ടായിരുന്നത് ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ആയിരുന്നല്ലോ. അപ്പൊ യെസ് അതിനകത്ത് ഗുരുவோട് കൂടെ ചേർന്നിട്ട് ഈ ഇപ്പൊ നമ്മൾ സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്ന് കിട്ടുമായിരുന്നു. അതെ പക്ഷെ അതുകൊണ്ട് തന്നെ ഈ പുറത്തു വരുന്ന ഓരോ സ്റ്റുഡന്റും അവരുടെ ക്യാരക്ടർ പെർഫെക്റ്റ് ആയിരിക്കും, അവര് പഠിക്കുന്ന സബ്ജക്ട് കൂടാതെ. അപ്പൊ അതെ അങ്ങനെ ഒരു സിസ്റ്റം ഞാൻ സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ 50% സബ്ജക്ട് ക്ലാസ്സിൽ പറയുള്ളൂ, 50% ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ ക്യാരക്ടർ ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ അതെ ശ്രമിക്കാറുണ്ട്. അപ്പോ മാഡത്തിന്റെ ഇനിഷ്യേറ്റീവ് അതും അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണെന്ന് വിചാരിക്കുന്നു ഞാൻ. ഉറപ്പായിട്ടും എല്ലാം ഉറപ്പായിട്ടും അങ്ങനത്തെ പ്രോഗ്രാം തന്നെയാണ്. ഈ ലൈഫ് സ്കിൽസ് നമ്മൾ വിചാരിക്കും ഒരു വീട്ടമ്മ ലൈഫ് സ്കില്ല് പഠിക്കണോ? തീർച്ചയായിട്ടും പഠിക്കണം. കാരണം ഒരു ഏറ്റവും കൂടുതൽ നമ്മുടെ ഇടയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തീരുമാനം എടുക്കുന്നത് ഒരു വീട്ടമ്മയാണ്. കൂടുതൽ ഡിസിഷൻ എടുക്കുന്നത്. രാവിലെ എന്ത് ചെയ്യണം, കാപ്പിക്ക് എന്തൊക്കെ ഉണ്ടാക്കണം, ഏത് കറി വെക്കണം, ഏത് പാത്രത്തിൽ വെക്കണം, എന്തൊക്കെ ഉച്ചയ്ക്ക് എന്തൊക്കെ ഉണ്ടാക്കണം, എത്ര മണിക്ക് ഇതൊക്കെ ശരിയാക്കണം, രാത്രി എന്തൊക്കെ ചെയ്യണം, തുണി എപ്പോൾ കഴുകണം, തുണി അയൺ ചെയ്യുന്ന എപ്പോഴാണ്, വാർഡ്രോബ് ഓർഗനൈസ് ചെയ്യുന്ന എപ്പോഴാണ്, കുട്ടീനെ എപ്പോൾ വിളിക്കണം, ഹസ്ബൻഡ് എന്ത് കൊടുക്കണം, ഒരു ഇമ്മൻസ് ഡിസിഷൻ. ഒരു MBA എടുത്തിട്ട് കാര്യമില്ല അതിന്. അതെ, ഇത് ഇത്രയും ഡിസിഷൻസ് ആണ് അവരെടുക്കുന്നത്. അവർക്കും ലൈഫ് സ്കിൽസ് ആവശ്യമാണ്. അതെ. അവരെങ്ങനെയാണ് അവരെ ഇമോഷനെ കോപ്പ് ഞാൻ പറയും IQ ഈസ് ഓക്കെ ഗുഡ്, EQ ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്, SQ സംതിങ് ഗ്രേറ്റ്, സ്പിരിച്വൽ കോഷ്യന്റ് അതും നമുക്കറിയണം. സ്പിരിച്വൽ ഈ മീനിങ് എന്ന് പറയുന്നത് സ്പിരിച്വൽ കോഷ്യന്റ് ഇവിടെ എങ്ങനെ ഒരു ലൈഫിനൊരു മീനിങ് ഉണ്ട് എന്ന് അഗാധമായി ആ മീനിങ്ങിൽ ലിവ് ചെയ്യുന്ന ഒരാൾ, നേരത്തെ സബീർ സാർ പറഞ്ഞ പോലെ ഒരിക്കലും നെക്സ്റ്റ് എനിക്ക് ആ മീനിങ്ങിൽ ജീവിക്കണം, ആ പർപ്പസിൽ അലൈൻഡായി ജീവിക്കുന്ന ഒരാൾ ഒരിക്കലും ഇത് ചെയ്യത്തില്ല. പർപ്പസിൽ അലൈൻഡ് ആകുക, മീനിങ് ഫുള്ളായി ജീവിക്കുക, അത് സ്പിരിച്വൽ അപ്പൊ ആ നമുക്ക് അലൈൻഡ് ആകാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഒരു ലൈഫിന്റെ ഒരു മീനിങ്ങും വാല്യൂവും നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും. സെക്കൻഡ് നമുക്കിവിടെ ഇരിക്കാൻ കഴിയുന്ന ഓരോ മൊമെന്റും, ശ്വസിക്കാൻ കഴിയുന്ന ഓരോ ശ്വാസവും എത്ര ബ്യൂട്ടിഫുൾ ആണ്. അത് നമുക്ക് ആ സ്പിരിച്വൽ കോഷ്യന്റ് പഠിക്കണം. പിന്നെ നമ്മൾ ലൈഫ് സ്കില്ലിൽ ക്രിയേറ്റിവിറ്റി കോഷ്യന്റ് CQ, അഡ്വേഴ്സിറ്റി കോഷ്യന്റ് AQ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ അറിയണം. ഒരു ലൈഫ് കോച്ച് ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അഡ്വേഴ്സിറ്റി കോഷ്യന്റ്, ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. പെട്ടെന്നൊരു കോള് വരും, എനിക്ക് ജീവിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യ, ഞാൻ ഇങ്ങനത്തെ പ്രഷറിലാണ്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ കോള് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് കേട്ട് നമ്മൾ പാനിക് ആകുമോ, നമ്മുടെ കൈയും കാലം വിറയ്ക്കുമോ, നമ്മൾ ഫ്രീസ് ആകുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്കൊരു ഭയങ്കര ട്രാൻസ്ഫർമേഷൻ ആവശ്യമാണ്. യെസ്, അതാണ് കോച്ചുമാർക്ക് വലിയ ട്രാൻസ്ഫർമേഷൻ ആവശ്യമാണ്. നമ്മൾ എവിടെ നിൽക്കുന്നു, അതാണ് നമ്മൾ വേറൊരാളായി മാറാതെ പറ്റില്ല. ഇനി ഒരു രക്ഷയില്ല, മാറാതെ പറ്റില്ല. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോച്ച് എൻ്റെ ഒരു സ്റ്റുഡൻ്റ്, എൻ്റെ ഒരു ഫ്രണ്ടാണ്, കൗൺസിലിംഗ് ഒക്കെ പഠിച്ച ആദ്യ കാലങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും സൈക്കോളജി ഒരുമിച്ചുണ്ടായിരുന്നു ലയോളയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി കൗൺസിലിംഗ് ഒക്കെ എടുത്ത് തുടങ്ങി. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിക്കുകയാണ്, കരഞ്ഞിടഞ്ഞാണ് സംസാരിക്കുന്ന. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഒരു ക്ലയൻറ്റ് വന്ന്, അവസാനം ഞാനിരുന്ന് കരഞ്ഞ്, അവസാനം അവരെൻ്റെ അടുത്ത് പറഞ്ഞ് മാഡം കരയില്ലേന്ന് പറഞ്ഞിട്ട് അവർ എഴുന്നേറ്റ് പോയി. മാഡം കരയില്ലേ, മാഡത്തിന്റെ കരച്ചിലുണ്ട്, എനിക്ക് താങ്ങാൻ വയ്യ, മാഡം കരയില്ലേ കരയില്ലെന്ന് എന്നെ ആശ്വസിപ്പിച്ചിട്ട് അവർ എഴുന്നേറ്റ്. ആദ്യ പ്രതിയായി എന്ന് പറയുന്നത് പോലെ അല്ലേ? പുള്ളിക്കാരി പറയണ അവരങ്ങ് പോയി. പക്ഷെ അവര് പോയി അങ്ങനെ പറഞ്ഞിട്ട് പോയി. പക്ഷെ ഇത് പുള്ളിക്കാരുടെ അടുത്ത ഡയലോഗാണ്, എനിക്കതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമെന്ന്. അവര് പോയതിലല്ല അവർക്ക് വിഷമം, ഞാൻ ഇപ്പോഴും ആ പെയിനിലാണ്. അങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ നമുക്കത് ഇതിനകത്ത് ഒരു സീക്രട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ ലോകത്ത് ഇന്ന് നടത്തിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത മനുഷ്യന്മാർ ചെയ്ത എല്ലാ കാര്യങ്ങളും ഏതൊരു മനുഷ്യൻ ചെയ്ത കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും.
ഏതൊരു വ്യക്തി ചെയ്ത കാര്യവും നമുക്കും ചെയ്യാൻ പറ്റും. അവർ പൊട്ടൻഷ്യൽ ഇസ് ഇമ്മൻസ്. യെസ്, നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല, അതാണ് വിഷയം. അതാണ് റിയലൈസ് ചെയ്തില്ല. ഏതൊരു ചെയ്യുന്ന കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു പെർസെപ്ഷൻ ഷിഫ്റ്റ് ഉണ്ടായാൽ ലൈഫ് അടിപൊളിയാവും. അത് ചെയ്യാൻ പറ്റും, എനിക്കും ചെയ്യാൻ പറ്റും. അതൊരു ബിലീഫിന്റെ ഒരു മാറ്റമാണ്. ബിലീഫ് ഷിഫ്റ്റ് ചെയ്യണം, ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യണം. എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു. അതാണ് ഇമ്പോസിബിൾ എന്ന് പറയുന്നത്. ഐ ആം പോസിബിൾ എന്നാക്കി മാറ്റിയാൽ അടിപൊളി. എനിക്ക് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ചിന്തയാകട്ടെ ഈ ആഴ്ച മുഴുവനും കാണുന്നവരൊക്കെ ഹൃദ്യമായി പുഞ്ചിരിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും ജീവിതത്തിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ, അതിൽ ഗ്രേറ്റ്ഫുള്ളായി ഫീൽ ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വിൽ സീ യു നെക്സ്റ്റ് വീക്ക് ഉബുണ്ടു അവേഴ്സിൽ. നമുക്ക് വീണ്ടും കാണാം. ഇന്ന് വൈകുന്നേരം ഫുൾ മൂൺ മെഡിറ്റേഷൻ ഉണ്ട്. ഒരുപാട് കാലമായിട്ട് എൻ്റെ കമ്മ്യൂണിറ്റി ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിക്കും എന്തുകൊണ്ടാണ് ഫുൾ മൂൺ മെഡിറ്റേഷൻ ഞാൻ എടുക്കാത്തതെന്ന്. അപ്പോൾ അതൊരു വെറൈറ്റി മെഡിറ്റേഷൻ ആയിരിക്കും ഇന്ന് വൈകുന്നേരം 7 മണിക്ക്. ഒറ്റ കാര്യമേ ഉള്ളൂ, മെഡിറ്റേഷന് ജോയിൻ ചെയ്യുന്നവർ എനിക്ക് അവരുടെ മനോഹരമായ മുഖം കാണണം, ക്യാമറ ഓൺ ചെയ്ത് വൃത്തിയായിട്ടിരിക്കണം. അത്രയേ ഉള്ളൂ. അതെ. അപ്പൊ വൈകുന്നേരം നമുക്ക് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ. താങ്ക് യു so much. Love you, ma'am. Love you. Thank you, ma'am. Thank you. Happy ma'am. Thank you, ma'am.